മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിനകത്തുനിന്ന് നമ്മൾ നോക്കേണ്ടത് 2-ാം വാക്യം മുതൽ ഉള്ള ഒരു ഭാഗമാണ്. അതിനകത്ത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗം. 6 ദിവസം കഴിഞ്ഞ ശേഷം, മർക്കോസ് 9 2-ാം വാക്യം മുതൽ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരു അലക്കക്കാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പത്രോസ് യേശുവിനോട്, റബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. താൻ എന്ത് പറയണ്ടു എന്നവൻ അറിഞ്ഞില്ല. അവർ ഭയപരവശരായിരുന്നു. അപ്പം ഈ ഭാഗത്ത് അത്ഭുതകരമായ ഒരു മർമ്മമാണത്. അതായത് കർത്താവായ യേശു ക്രിസ്തു മറുരൂപമല, അല്ലേ, മറുരൂപമലയിൽ വെച്ചിട്ട്, അങ്ങനെ മറുരൂപമല എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെട്ടത് കൊണ്ടാണ് മല എങ്ങനെ. ശരിക്കും അത് താബോർ പർവ്വതം എന്നാണ് ഭൂരിഭാഗം പേരുടെ അഭിപ്രായം. താബോർ പർവ്വതം ആയിരിക്കാം എന്നുള്ളതാണ്. ഹെർമോൻ എന്ന് പറയുന്നവരും ഉണ്ട്. എന്തായിരുന്നാലും ആ പർവ്വതത്തിൽ യേശു ഉയർന്ന ഒരു പർവ്വതത്തിൽ പോയി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ താബോർ പർവ്വതം എന്നൊക്കെ പറയുമ്പോൾ ഒരേ മർമ്മങ്ങളുണ്ട് കേട്ടോ, അതിനകത്ത് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ആ പർവ്വതത്തിൽ വെച്ച് കർത്താവ് യേശു രൂപാന്തരപ്പെടുന്നു. അതായത് ഒരു മനുഷ്യനും അലക്കാൻ പറ്റാത്ത വിധത്തിൽ ഭയങ്കരമായ പ്രകാശമുള്ള വസ്ത്രമായിട്ട്, പ്രകാശമുള്ള വ്യക്തിയായിട്ട് യേശു മാറുന്നു. ഈ കാഴ്ച സാധാരണ മനുഷ്യനിൽ അങ്ങനെ വരാത്ത അത്ഭുത പ്രകാശമുള്ളൊരു രൂപാന്തരപ്പെട്ടൊരു കാഴ്ച. ഒരു പക്ഷേ മരിച്ച ശേഷം നമുക്കുണ്ടാകുന്ന രൂപാന്തരപ്പെടുന്ന ശരീരം പോലെ സ്വർഗീയമായ ശരീരമായിട്ട് യേശു ഇങ്ങനെ മാറുകയാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരാത്മക്കണ്ണ് തുറന്നവർ കാണുന്നു. അതാണ് ഈ സഹോദരി പറഞ്ഞത്. ഓൺലൈനിൽ നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച യൂത്തിൻ്റെ ഓൺലൈൻ സ്റ്റഡീസിൽ കണ്ണ് എന്നുള്ള വിഷയം തുടങ്ങി. അടുത്ത ആഴ്ച ബാലൻസ് ഉണ്ട്. ഞാൻ പകുതിയെ കുറച്ചേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിൽ ആ കണ്ണ് എന്ന് പറയുന്ന ആത്മക്കണ്ണ് തുറക്കപ്പെടണം, അതായിരുന്നു വിഷയം. നഗ്നനേത്രങ്ങളുണ്ട്, നമ്മൾ ഈ പുറമേ കാണുന്ന കണ്ണുകൊണ്ട് ആത്മക്കണ്ണുകൊണ്ട്. മനസ്സിലാകുന്നു? ഈ 2 കണ്ണുകളുണ്ട്. അതിൽ നമ്മൾ വിഷൻസ് കാണുന്നു. എവിടെ? ആത്മക്കണ്ണാണ്. ഈ നഗ്നനേത്രങ്ങൾ കൊണ്ടല്ല, ആത്മക്കണ്ണില്ല. ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. അപ്പോൾ ദൈവികമായ ദർശനങ്ങൾ കാണുന്നതെല്ലാം ആത്മക്കണ്ണിലാണ്. ഈ ആത്മക്കണ്ണ് തുറക്കപ്പെടുന്ന സമയത്ത് കാഴ്ചകൾ മാത്രമല്ല, റെവലേഷൻസ് തുറക്കപ്പെടും. ഒരു വേദഭാഗത്തിൻ്റെ ചില മർമ്മങ്ങൾ വെളിപ്പെടുന്നു. അത് ഞാൻ സൂചിപ്പിച്ചു പോയി ആ ക്ലാസ്സിനകത്ത്. ഈ കണ്ണ് തുറക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള ആത്മക്കണ്ണ്, സ്പിരിച്വൽ ഐസ് ഓപ്പൺ ചെയ്യപ്പെട്ട 3 പേർ. മനസ്സിലാവും? താബോർ പർവ്വതത്തിൽ ഈ മറുരൂപമലയിൽ വെച്ചിട്ട് കർത്താവ് യേശുവിൻ്റെ രൂപാന്തരപ്പെട്ട അവസ്ഥയെ കാണാൻ ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നു. പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും. ഇതൊരു അത്ഭുതമാണ്. ഇങ്ങനൊരു കാഴ്ച കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് എത്രമാത്രം പവിത്രമാണ്, എത്ര സന്തോഷമാണെന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ സഹോദരി ചില അനുഭവങ്ങൾ ഷെയർ ചെയ്തു. ഇത് ലോകത്തൊരു മനുഷ്യനും ഇത് എക്സ്പീരിയൻസ് ചെയ്യാതെ ആ ഫീല് മനസ്സിലാവില്ല. അവരത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചില പുറക്കം വരും. എന്താണ് അനുഭവിച്ചത് നമുക്ക് വലിയ പിടിയൊന്നുമില്ല. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ. ആ കാഴ്ചയുടെ മുമ്പിൽ, ആ എക്സ്പീരിയൻസിൻ്റെ മുമ്പിൽ. ഇതാണ് ശരിക്കും മനുഷ്യ നമുക്ക് വേണ്ടത്. നമ്മൾ ലോകത്തൊരുപാട് സാധനങ്ങൾ ആഗ്രഹിക്കുന്നു, നന്മകൾ ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനം നിങ്ങളുടെ അകക്കണ്ണ് തുറന്നു കിട്ടിയാൽ മതി. ആത്മകണ്ഠത്വം. ഇതാണ് അന്ത്യകാലഘട്ടം. ഇത് എൻ ടൈമാണ്. എൻ ടൈമിൽ സകല ജഡത്തിന് മേലും ദൈവം പകരാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഈ ആത്മകണ്ണുകളാണ്, തുറക്കപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് അന്ത്യകാലം സകല ജഡത്തിലും എൻ്റെ ആത്മാവിനെ പകരം വൃദ്ധന്മാർ പ്രവചിക്കുമെന്ന്. ആത്മകണ്ണില്ലാത്തൊരാൾക്ക് പ്രവചിക്കാൻ പറ്റില്ല. വൃദ്ധന്മാർ വൃദ്ധകളും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങൾ കാണും. ഏത് കണ്ണിൽ? ആത്മകണ്ണിൽ. മനസ്സിലായോ? അപ്പോൾ അതിനർത്ഥം എന്താണ്? എൻ ടൈമിൽ സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുകയും ദൈവത്തോട് ആഗ്രഹിച്ചെത്തുന്ന സകല എണ്ണത്തിൻ്റെ ആത്മകണ്ണ് തുറക്കപ്പെടും. ഉറപ്പാണ്. ആരൊക്കെ ആഗ്രഹിക്കുന്നോ അവരുടെ എല്ലാം ആത്മകണ്ണുകൾ തുറക്കപ്പെടും. ആത്മകണ്ണ് തുറന്ന ഒരു മനുഷ്യൻ സ്വർഗീയ ദർശനങ്ങൾ കാണാൻ തുടങ്ങും. അവരൊരിക്കലും പാപത്തിൽ വീണ് നശിച്ചു പോകില്ല. അത്ഭുതകരമായി സന്തോഷകരമായൊരു ജീവിതം. കാരണം ആത്മകണ്ണ് തുറക്കാന്ന് വെച്ചാൽ സ്വർഗീയ കാഴ്ചകളാണ്. അത് ഞാനതിനകത്തൊരു ഉദാഹരണം ഞാൻ പറയുകയും ചെയ്തു. ഇവിടെ അത് ആത്മകണ്ണായതുകൊണ്ടാണ് ഞാനിത് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എൻ്റെ പ്രാധാന്യം. അതായത് എലീശ പ്രവാചകൻ്റെ ചുറ്റും അരാം രാജ്യത്തിൻ്റെ സൈന്യം. എലീശായാണ് രഹസ്യം ചോർത്തി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അരാം രാജ്യത്തിൻ്റെ സൈന്യം വന്ന് എലീശയെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്.
പാവപ്പെട്ട വയസ്സനായ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ വലിയ സൈന്യം വന്നേക്കാണ്. കാരണം അവർക്ക് തോൽവിയാണ് ഈ പ്രവാചകൻ കാരണമെന്ന് മനസ്സിലായോ? ഒരു പ്രവാചകൻ, ഒരു ഉണക്ക വയസ്സായ പ്രവാചകൻ കാരണം ഒരു രാജ്യത്തിൻ്റെ പരാജയം. ഇതാണ് പവർ, ദൈവമക്കളുടെ പവർ എന്ന് പറയാം. ഒരെണ്ണം മതി, മനസ്സിലായോ? ആത്മക്കണ്ണ് തുറന്ന ഒരെണ്ണം മതിയെന്ന്. ഒരു രാജ്യത്തെ വരെ തകർക്കാൻ പറ്റും. ഒരു രാജ്യം ചലിക്കില്ല, മനസ്സിലാകുന്നോ? ഒരു സഭയിലൊക്കെ ആത്മക്കണ്ണ് തുറന്ന ഒരാൾ മതി നേതൃത്വത്തിന്. സഭയൊക്കെ തെറ്റിൽ പോവില്ല, അങ്ങനെ നിൽക്കും തീ പോലെ. ആത്മക്കണ്ണ് തുറന്ന ഒരു പ്രവാചകൻ പേടിച്ചുപോയി. രാജ്യം മുഴുവൻ, അരാം സൈന്യം മുഴുവൻ പേടിക്കുക. ആ മനുഷ്യനാണ് ഇതെല്ലാം കാരണമെന്ന്. അവരെല്ലാം കൂടി ഈ മനുഷ്യൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഗേഹസി ഇത് കണ്ടിട്ട് പേടിച്ചു പോയി. അയ്യോ യജമാനെ, വലിയ ശത്രു സൈന്യം നമുക്ക് ചുറ്റും വന്ന് നിൽക്കുകയാണ്, നമ്മുടെ ജീവിതം പോക്കായി, കൊല്ലും. അപ്പോൾ ആത്മക്കണ്ണ് തുറന്ന എലീശയ്ക്ക് പേടിയൊന്നുമില്ല. എന്തുകൊണ്ട് പേടിയില്ല? ആത്മക്കണ്ണ് തുറന്നവൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? നിങ്ങളെ വീട്ടിൽ ആ പ്രശ്നം, ഈ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ഇവിടെ രോഗം, കടഭാരം, ഇങ്ങനെ മറിയുമ്പോൾ നിൻ്റെ അകക്കണ്ണ് തുറന്നാൽ ചിരിക്കും. ഉറപ്പാണ്. അകക്കണ്ണ് തുറന്നാൽ ഒരു ഇഷ്യൂസ് നിങ്ങൾ ചെയ്യും. കാരണം ദൈവമാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഒരു ബോധ്യം. ഇവിടെ എന്താ സംഭവിക്കുന്നൊരു ബോധ്യം. നിൻ്റെ കുഞ്ഞനാഥമായി പോകുമെന്ന് നീ തകർക്കപ്പെടുമ്പോൾ, സത്യത്തിൽ നീ വിശ്വാസിയായി അകക്കണ്ണ് തുറക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ആ റേഞ്ചിൽ നിങ്ങൾ വിശ്വാസത്തിലെത്തും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിനക്കുള്ളതിന് സകലതിനും ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കുന്ന കാഴ്ച, ദൂതനിറങ്ങി നിൽക്കുന്ന കാഴ്ച നിൻ്റെ അകക്കണ്ണ് തുറന്ന് നീ കാണുമ്പോൾ നീ ചിരിക്കും. മനസ്സിലായോ? ചിരിക്കും. ഒരു കുഴപ്പമില്ല, ചിരിച്ചുകൊണ്ട് നടക്കും. അകക്കണ്ണ് തുറന്ന ആളിന് പേടി കാണില്ല. മനസ്സിലായോ? അന്ത്യകാലത്ത് വിശ്വാസികൾക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇതാണ്. ഇതിലേക്ക് യാത്ര ചെയ്യും. മനസ്സിലാവുന്ന നിങ്ങൾക്ക് ഒരു ചെറിയ രോഗസൗഖ്യമോ, ഒരു ഭൂതബാധ ഒഴിപ്പിച്ചതോ, മനസ്സിലായോ? എന്തെങ്കിലും ചെറിയ സംഭവം, അതൊക്കെ ചെറുത്, അതൊക്കെ പഴയ കാലം പോയി. അന്ത്യകാലം. ഇവിടെ നമുക്ക് ആവശ്യം ആത്മക്കണ്ണാണ്. മനസ്സിലാവും? നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് അത് ആ റേഞ്ചിലേക്ക് മാറും. ചിന്തകളും മോഹങ്ങളും, നമ്മുടെ ആഗ്രഹങ്ങളും ചെറിയ ഈ ലോകപ്രകാരമായിട്ടുള്ള കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ടേ ഇതിലേക്ക് മൂവ് ചെയ്യൂ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണം. നിങ്ങൾ ആഗ്രഹിക്കണം. ആത്മാർത്ഥമായി ഞാൻ പറയുന്നു, ലോകം മുഴുവനും ലൗകിക മോഹങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ലോകത്തിൻ്റെ സാധനങ്ങൾ കിട്ടാൻ വേണ്ടി ഭയങ്കര പ്രാർത്ഥനയാണ്. ഇതാ പിടിച്ചോളൂ, വാരിക്കോരി പിടിച്ചോളൂ, പണം വരുന്നു, അത് വരുന്നത്. എന്തിനാണ് അതൊക്കെ? ഈ ആത്മക്കണ്ണ് തുറന്ന് അതിലേക്ക് വേണ്ടിയിട്ട് അതിനേക്ക് ദാഹിക്കും. നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് ഈ മേഖലയാണ്. മനസ്സിലായോ? ജനമാത്മാവിൽ നിറയണം, ആത്മകണ്ണുകൾ തുറക്കപ്പെടണം. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവം ഫോക്കസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് വിശുദ്ധ ജീവിതത്തിലേക്കാണ്. അതാണ് ഒരു സാക്ഷ്യം പറഞ്ഞത്. വിശുദ്ധ ജീവിതത്തിലേക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ നാവ് വിശുദ്ധമാക്കുക, കണ്ണ് വിശുദ്ധമാക്കുക, സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ, ഹൃദയം വിശുദ്ധമാക്കുക. ഇപ്പം ഞാൻ വാട്സാപ്പിൽ തരുന്ന മെസ്സേജ് ഹൃദയമാണ്. ഹൃദയം എന്തിന്? ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്നാണ്. അപ്പം നിങ്ങളുടെ അകക്കണ്ണ് തുറക്കണമെങ്കിൽ ഹൃദയശുദ്ധി വേണം, ഇല്ലെങ്കിൽ തുറക്കില്ല. അപ്പം ഹൃദയത്തെ വിശുദ്ധീകരിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് അകക്കണ്ണ് തുറക്കാൻ തുടങ്ങും. നിങ്ങൾ അത്ഭുത കാഴ്ചകൾ കാണാൻ തുടങ്ങും. അപ്പോൾ വിശുദ്ധ ജീവിതമാണ് അടിസ്ഥാനം. അപ്പോൾ നമ്മുടെ പ്രസംഗങ്ങളിലും പ്രാർത്ഥനകളിലും ശുശ്രൂഷകളെല്ലാം ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഇടയിൽ എത്തുന്നത് അത്ഭുത രോഗസൗഖ്യമല്ല, വിശുദ്ധ ജീവിതമായിരിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും അത് സഹിക്കാൻ പറ്റില്ല. അത് പാടില്ല, ഇത് പാടില്ല, അവിടെ തൊടാൻ പാടില്ല, ഇവിടെ നോക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്ന് വേണമെന്നുള്ളവരെടുക്കട്ടെ. അകക്കണ്ണ് തുറക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, അകക്കണ്ണ് തുറന്ന് 5 എണ്ണത്തിന് കിട്ടിയാൽ മതി നമുക്ക്. മനസ്സിലായോ നിങ്ങൾക്ക്? അകക്കണ്ണ് തുറന്ന് 5 എണ്ണം ഉണ്ടെങ്കിൽ 50,000 എണ്ണത്തിന് 5 ലക്ഷത്തിൽ നേടാൻ അത് മതിയാവും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. പ്രിയമുള്ള ടൈമിൽ അകക്കണ്ണ് തുറക്കപ്പെട്ടവരായി മാറണം. എങ്കിൽ നിങ്ങൾ ഭയപ്പെടില്ല. ഗേഹസി ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ അകക്കണ്ണ് തുറന്ന എലീശ ദൈവത്തോട് പറഞ്ഞു, അപ്പാ ഇവൻ്റെ കണ്ണും തുറന്നോട്. മനസ്സിലായോ? ഇവൻ്റെ കണ്ണും തുറന്നു. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല അല്ലേ? എലീശ പറഞ്ഞ് വിശ്വസിക്കുമോ? അവിടെ പേടിക്കേണ്ട ആൾക്കാരുണ്ട്, ദൈവദൂതന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുമോ? അതൊക്കെ നമ്മൾ എത്രയോ കേട്ടതെന്ന് പറയും. അവന്മാർ കൊന്നിട്ട് പോവും. എന്തേ പറയുന്നത്? തുറന്നു കൊടുക്കണേ കർത്താവേ. ആ കണ്ണ് തുറന്നു. അപ്പോൾ ഈ മനുഷ്യൻ ഈ കാഴ്ച കണ്ടു. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരിലും അധികമാകും. മലനിരകൾ ചുറ്റപ്പെട്ട് നിറഞ്ഞു കിടക്കുന്ന സ്വർഗീയ സൈന്യം. എന്തൊരു കാഴ്ചയാണ്! നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യന് കോടിക്കണക്കിന് ദൂതന്മാരുടെ കാവൽ. ഒരു സാധാരണ മനുഷ്യന്
പ്രിയമുള്ള, നിങ്ങളുടെ വില നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വില, ദൈവസ്ഥനിൽ മുട്ടുകുത്തുന്ന ഒരു ദൈവ പൈതലിന് സ്വർഗമിട്ടിരിക്കുന്ന വില കോടിക്കണക്കിന് ദൂതന്മാരുടെ കാവലാണ്. നിങ്ങളുടെ ചെറു വിരൽ തൊടില്ലാരും. തൊടണമെങ്കിൽ സ്വർഗം പറയണം തൊട്ടോ, അല്ലാതെ തൊടില്ല. മനസ്സിലായോ? സ്വർഗം അനുവദിച്ചാൽ, ഇപ്പം യോബിന് അനുവദിച്ചു എന്ന് പറഞ്ഞ പോലെ പീഡിപ്പിക്കാൻ അനുവദിക്കും. അല്ലാതെ തൊട്ടാൽ തൊടുന്നവന് വിവരം അറിയും. ദൂതന്മാരാണ് നിൽക്കുന്നത്. തൊട്ട പൊള്ളും. മനസ്സിലായ? പിന്നെ ജമ്മത്താരെയും തൊടൂല്ല അയാൾ. ആള് മാറിപ്പോയി. നമ്മൾ ആരാ നിനക്ക് മനസ്സിലായി? നിനക്ക് അകക്കണ്ണ് തുറക്കപ്പെട്ടവൻ സ്വർഗം കാണുന്നവനാണ്. അവൻ സ്വർഗമാണ് സൈന്യം കാവൽ. പ്രിയമുള്ള, ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം നിങ്ങൾക്ക് ഇനി കിട്ടാനില്ല. നിങ്ങൾ ആഗ്രഹിച്ചേ പറ്റൂ. എൻ്റെ വിഷയം അതാ. കർത്താവ് ഒരു കാര്യവും വെറുതെ പറയുന്നില്ല. ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒറ്റ സാധനം വച്ചിട്ട് മാത്രമേ സംസാരിക്കാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഈ ഭാഗം വായിച്ചിട്ട് മറുരൂപമല്ല എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി ഇങ്ങനെ വായിച്ച് അങ്ങനെ പറയാം. കർത്താവിൻ്റെ അടുത്ത് രണ്ടാമത്തെ വാക്യത്തിൽ പിടിച്ച് നിർത്താണ്. ആ രണ്ടാം വാക്യത്തിൽ മാത്രം പിടിച്ചങ്ങ് നിർത്തി. ഞാൻ ഇവിടെ എന്താ സംഭവം? അവിടെ ആകപ്പെടുത്തേ ഉള്ളൂ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ച് കൊണ്ടുപോയി അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു. ഇത്രേ ഉള്ളൂ 2-ാം വാക്യത്തിൽ. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇവിടെ എന്താണ് സാധനം? അപ്പോൾ കർത്താവ് പറയണം, 3 പേരുണ്ടല്ലോ അവിടെ, 3 പേര് കിടക്കുന്നില്ലേ? അവരെന്തുകൊണ്ട് ഇത് കണ്ടു? അവർക്കെന്തേ ഈ കാഴ്ച കാണാൻ പറ്റി? അത് മാത്രം ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് പത്രോസും യാക്കോബും യോഹന്നാനും അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ കർത്താവ് എന്നോട് ആവശ്യപ്പെടുകയാണ്. ഞാനിങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ചില വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. എന്തുകൊണ്ട് അവർ ഈ കാഴ്ചകൾ കണ്ടു? എന്തുകൊണ്ട് മറ്റ് ശിഷ്യന്മാർക്ക് കാണാൻ പറ്റിയില്ല? ഈ ശിഷ്യന്മാർക്ക് മാത്രം കാണാൻ പറ്റി. ചില വചനാടിസ്ഥാനത്തിൽ നമ്മളത് മാത്രം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നു. നിങ്ങളും ഈ കാഴ്ച കാണാൻ, കർത്താവിനെ ദർശിപ്പാൻ, കർത്താവിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ പ്രയർ റൂമിനകത്തേക്ക് ഇറങ്ങി വരാൻ. മനസ്സിലായോ? പ്രാർത്ഥന റൂമിനകത്ത് ഇറങ്ങി വരണം ദൈവം. അതിനുവേണ്ടി നിങ്ങൾ ഈ വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. പത്രോസിനെ നോക്കാം നമുക്ക് ആദ്യം. യാക്കോബും യോഹന്നാനും സഹോദരങ്ങളാണ്. അവരൊരുമിച്ച് നമുക്ക് ജസ്റ്റ് നോക്കി. പത്രോസിനെ മാത്രം ആദ്യം നോക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 68 മുതലുള്ള വചനങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 68-ാം വചനത്തിൽ ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങൾ ഒരുത്തനൊരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നോക്കാം, അവിടെ നോക്ക്. ശീമോൻ പത്രോസ് എന്തുകൊണ്ട് ഈ കാഴ്ച കണ്ടു? എന്തുകൊണ്ട് ഈ ആത്മക്കണ്ണ് ശീമോൻ പത്രോസിന് തുറക്കപ്പെട്ടു? അതിൻ്റെ കാര്യം ശീമോൻ പത്രോസിൻ്റെ ക്വാളിറ്റികളിൽ ഒരു ക്വാളിറ്റി അദ്ദേഹം നാവെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഈ കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇങ്ങനെയാണ് 67-ാം വാക്യത്തിൽ, ആകയാൽ യേശു 12 നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളും പൊയ്ക്കൊള്ളൂ. കുറേ ആൾക്കാർക്ക് പോയില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം എന്ന് പറയുമ്പോൾ പത്രോസ് പറയാണ്, പോകാൻ പറ്റില്ല. കാരണം ശീമോൻ പത്രോസ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? എന്നിട്ടിങ്ങനെ പറയാണ്, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഒറ്റ കാര്യമാണ് പത്രോസിനെ അവിടെ പിടിച്ചു നിർത്തുന്നത്. ഒറ്റ കാര്യം. എല്ലാവർക്കും പോകാം. പലരും പോയതെന്നറിയാമോ? വചനങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല. ഇങ്ങനെയൊക്കെ ആവണോ? അങ്ങനെ ചെയ്യണോ? അല്ലേ? നമ്മൾ വചനം കേൾക്കുന്ന സമയത്ത് കൂടുതൽ ലൗകികമായ കാഴ്ചകളൊന്നും പാടില്ല, മോഹങ്ങളൊന്നും പാടില്ല. അത് വർജിക്കണം, ഇത് വർജിക്കണം, ത്യാഗം സഹിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്ന മറ്റെല്ലാവരും ഉപേക്ഷിച്ച് കർത്താവിന് വേണം സ്നേഹിക്കുക. 1-ാം സ്ഥാനം കർത്താവിനോട്, ഹൃദയത്തിൽ മറ്റുള്ള എടുത്ത് കളഞ്ഞു. അയ്യോ, അത്ര ഒന്നും പറ്റില്ല. പോയി കളഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, പൊക്കോളൂ, നിങ്ങളും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ് പറഞ്ഞു, എവിടെ പോകാനാണ്? നിൻ്റെ കയ്യിൽ എന്തുണ്ട്? നിത്യജീവൻ്റെ വചനം. ആത്മകണ്ണ് തുറക്കപ്പെടാനുള്ള അടിസ്ഥാന പ്രമാണം നിങ്ങളുടെ ഫോക്കസ് മുകളിലേക്കാവണം. മനസ്സിലായോ? നിങ്ങളുടെ ലക്ഷ്യം ഉയരങ്ങളിലേക്കാവണം, നിത്യജീവനിലേക്കാവണം. നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥന മുറിക്കകത്ത് കയറി മണിക്കൂറും യാമങ്ങൾ ദൈവസന്നിധിയിലിരിക്കും. എന്താ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം? നിങ്ങളുടെ ഹൃദയത്തിലെ വാഞ്ച എന്താണ്? നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെയുള്ള നല്ല ആരോഗ്യം, നമുക്ക് പണം വേണം, ജോലി വേണം, മക്കളെ വേണം, മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം, നല്ല വീടുണ്ടാവണം, പോരാട്ടങ്ങൾ മാറണം.
ഇവിടത്തെ പ്രശ്നങ്ങൾ പറഞ്ഞ് 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 പ്രാർത്ഥിച്ച് 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 മണിക്കൂറുകൾ ഇങ്ങനെ കാണും. നമ്മൾ നോട്ടം എവിടെയാണ്? ഇവിടെ. കണ്ടോ? ഇവിടെ ഇല്ല. നോക്കി 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 ഇവിടെ എവിടെ ഇട്ട് വിഷയം കിട്ടാൻ? ഇവിടെ എവിടെ ഇട്ട് സ്വർഗീയ കാഴ്ചകൾ കാണാനാണ്? മനസ്സിലായോ? ഇവിടുത്തെ പണത്തിൽ എവിടെയാണ് സ്വർഗീയ കാഴ്ച? അത് കണ്ടുകൂടെ ഈ കണ്ണുകൊണ്ട്? മനസ്സിലാവും? ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അല്ലേ? ഇത് മാത്രമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഈ കണ്ണുകൾ കൊണ്ട് എന്തൊക്കെ നിങ്ങൾ കാണുന്നു അത് മാത്രം നിങ്ങൾ ചോദിക്കുന്നു. അതിലപ്പുറം ഒന്നും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിത്യജീവനിലേക്ക് നോക്കാൻ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ അകക്കണ്ണ് തുറന്നു തുടങ്ങുള്ളൂ. മനസ്സിലാവുന്നോ? നിത്യജീവനിലേക്ക്. യേശു ക്രിസ്തു എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? യേശു ക്രിസ്തു വന്നത് നിങ്ങൾക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വചനം, 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്തിന് ലോകത്തെ സ്നേഹിച്ചു? നിത്യജീവനെ നൽകുവാൻ. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് മാറണം. അതാണ് ഇത്ര പതുക്കെ പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ രീതികൾ മാറണം. നിങ്ങളുടെ ഫോക്കസ് മാറ്റിയെടുക്കണം. യേശു എന്തിന് വന്നു? യേശു എന്തുകൊണ്ട് പിതാവ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു? തൻ്റെ മക്കൾക്ക് നിത്യജീവൻ. ദൈവം തൻ്റെ പുത്രൻ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് യേശു വന്നത്. അപ്പോൾ നമ്മൾ യേശുവിനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ, കർത്താവേ അതില്ല ഇതില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ, കർത്താവ് എവിടെ? ഞാൻ നിത്യജീവൻ തരാൻ വന്നു, നീ എപ്പോഴും ഇങ്ങനെ ഇവിടുത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് തലവേദനയാണ്. മനസ്സിലായോ? കർത്താവിന് തലവേദന. നമ്മുടെ പ്രാർത്ഥന വെറും ജൽപ്പനങ്ങളാണ്. ഫോക്കസ് മാറ്റൂ. നിത്യജീവൻ തരണേ കർത്താവേ. ആ സ്വർഗം എനിക്ക് നഷ്ടപ്പെടല്ലേ കർത്താവേ. സ്വർഗീയ കാഴ്ചകളിൽ കാണണം കർത്താവേ. ആ മനോഹര തീരത്ത് എന്നെ എത്തിക്കണേ കർത്താവേ. ഓ മനോഹരമായ കാഴ്ച യോഹന്നാൻ കണ്ടല്ലോ, ദാനിയേൽ കണ്ടല്ലോ, യെശയ്യാവ് കണ്ടല്ലോ, യിരെമ്യാവ് കണ്ടല്ലോ. എനിക്കും കാണാൻ എൻ്റെ ആത്മകണ്ണ് തുറക്കണേ കർത്താവേ. പ്രാർത്ഥിക്കാറുണ്ടോ? മനസ്സിലായോ? നിത്യജീവൻ. മനസ്സിലാക്കുക. മുകളിലേക്കുള്ള കാഴ്ചകൾക്ക് വേണ്ടിയുള്ള ദാഹം. നിത്യജീവനിലേക്ക് നിങ്ങൾ ഫോക്കസ് വെച്ചാൽ നിങ്ങൾ ഉടനെ സ്വർഗത്തിലേക്ക് നോക്കാൻ തുടങ്ങും. അവിടെ എന്തുണ്ട്? മനസ്സിലായോ? കർത്താവ് എനിക്ക് സ്വർഗത്തിൽ വരണം. നമ്മളുടെ ഒരു കുഴപ്പമെന്ന് അറിയുമോ? നമ്മൾ ചുമ്മാ വിചാരിച്ച് വെച്ചെങ്കിൽ നമ്മളെല്ലാം സ്വർഗത്തിൽ പോകുന്നതാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. പൊക്കോളും എന്നൊരു വെറും തെറ്റായ ധാരണയാണ്. സത്യമായിട്ട് ഞാൻ പറയുന്നത് തെറ്റായ ധാരണയാണ്. ഇപ്പോഴേക്കും ആരും ഒരു ഗ്യാരണ്ടിയില്ല. എന്താ കാര്യം? ഞാൻ പറയാണ്, ഞാൻ എല്ലാ പാപം ഏറ്റു പറഞ്ഞു. നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആരാധനയ്ക്ക് കയറി നിൽക്കുന്നതിന് മുമ്പ് എല്ലാ പാപം ഏറ്റു പറഞ്ഞ് വിശുദ്ധിയോട് നിൽക്കണം. ഞാൻ ഇപ്പോൾ മരിക്കുമോ? ഇല്ലല്ലോ. ഞാൻ വീട്ടിലേക്ക് പോണതിന് 15 മിനിറ്റ് 5 മിനിറ്റ് സമയത്തിനിടയിൽ പാപം ചെയ്യാം. അപ്പം മരിക്കും. പോയി. അത്രയാണിത്. മനസ്സിലായോ? അത്ര സീരിയസ് ആണെന്ന്. അത്ര സീരിയസ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആരെങ്കിലും പോവോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോവും. അതെങ്ങനെ ശരിയാവും? വിശുദ്ധർക്ക് മാത്രമുള്ളൊരു സ്ഥലമാണത്. അശുദ്ധിയുള്ള ആരും കയറില്ല. നിങ്ങൾ വിചാരിക്കുന്ന പലരെയും അവിടെ കാണാൻ പറ്റില്ല. സീരിയസ്, ഏറ്റവും സീരിയസ് പ്ലേസ്. ഇവിടെ നിങ്ങൾ ചെന്ന് കയറുമ്പോൾ ഒന്നും അവിടെ കയറില്ല പ്രിയമുള്ളവരെ. അതിവിശുദ്ധി. വിശുദ്ധനായ ദൈവത്തിൻ്റെ ഒരൊറ്റ വകുപ്പേ ഉള്ളൂ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ അങ്കി അലക്കി വെളുപ്പിച്ചവർ മാത്രം നിരന്തരം കഴുകി സ്തുതിച്ച് ആരാധിച്ച് നിൽക്കുന്ന ഒരു ജനസമൂഹം കർത്താവിൻ്റെ സന്നിധിയിലെത്തും. എന്ത് വിചാരിച്ച്? അങ്ങോട്ടും കറങ്ങി ഇങ്ങോട്ടും കറങ്ങി, അവിടെയും ചാടി ഇവിടെയും ചാടി, ചീത്തയും വിളിച്ച്, അതും തിന്ന് ഇതും കുടിച്ച് തോന്നും പോലെ നടന്നിട്ട് സ്വോത്രം നേരെ പോകില്ല. ആഗ്രഹിക്കാത്ത ഒരെണ്ണം പോകില്ല. അതാ സത്യം. കർത്താവ് എനിക്ക് തന്ന ദൂത് അങ്ങനെയാണ്. നീ നിത്യജീവന് വേണ്ടി പ്രാർത്ഥിച്ചോ, അവിടെ എത്താൻ വേണ്ടി ആഗ്രഹിച്ചോളൂ. അങ്ങനെ ദൂത് പറയുമ്പോൾ ഞാൻ അപ്പം ആലോചിച്ച്, അപ്പം പോകില്ലല്ലേ? പ്രാർത്ഥിച്ചോളാൻ പറയുന്നു. മനസ്സിലാക്കണം. അവിടെ എത്താൻ വേണ്ടി എന്നോട് ശുശ്രൂഷയിൽ ഏകദേശം ഒരു പകുതി എൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം കർത്താവ് പറയാണ്, അവിടെ എത്താൻ വേണ്ടി നീ പ്രാർത്ഥിച്ചോളാൻ. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഇനി പ്രാർത്ഥിച്ചാൽ പോളല്ലേ? സത്യമാണ്. അതായത് ഞാൻ ആഗ്രഹിക്കാൻ, നമ്മൾ സ്വയം വിചാരിച്ചു വെച്ചെങ്കിൽ എന്താണ്?
പൊക്കോളും, ഒന്നും പറഞ്ഞില്ലേലും പൊക്കോളും എന്നാണ് നമ്മുടെ ധാരണ. നിത്യജീവന് വേണ്ടി വാഞ്ചിക്കാത്തവൻ അവിടെ എത്താൻ ചാൻസ് ഇല്ല. ആഗ്രഹിക്കുന്നവർ മാത്രമേ നിറയത്തുള്ളൂ. അവിടെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. അവിടെ നിക്ഷേപം സ്വരൂപിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഹൃദയം അവിടെ കൊടുത്തിട്ടാണ്. അവിടെ നിക്ഷേപിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം ഞാനൊരു ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുറേ പ്രതിഫലം കിട്ടും. ഞാനൊരു പ്രസംഗിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹം എന്ന് വെച്ചാൽ പൈസ കിട്ടും, കൊള്ളാമെന്ന് പറയും, പേരുണ്ടാവും, പ്രശസ്തി ഉണ്ടാവും, ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് വെച്ചോ. അപ്പോൾ എനിക്ക് പണം തന്നു, സന്തോഷത്തോടെ പണം സ്വീകരിക്കുന്നു, പൈസ കിട്ടി, സന്തോഷത്തോടെ വെച്ചുകൊണ്ട് പോകുന്നു. കൊള്ളാമെന്ന് പറയുന്നു, അതിലും തൃപ്തി അടയുന്നു, പേര് കിട്ടും, അതിലും തൃപ്തി അടയുന്നു. അപ്പോൾ ഞാൻ പ്രസംഗിച്ചു, സന്തോഷം, ഭയങ്കര തൃപ്തി, നിനക്ക് പ്രതിഫലം ഇവിടെ കിട്ടിപ്പോയി, അവിടെ ഔട്ട്. ആർക്ക് വേണ്ടി പ്രസംഗിച്ചത്? മനസ്സിലായോ? കയറില്ല. നിക്ഷേപം ഇവിടെ സ്വരൂപിച്ചവൻ അവിടെ എങ്ങനെ കയറും? നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? നിങ്ങൾക്ക് പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ടോ, പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ടോ, നിങ്ങൾ പള്ളി കെട്ടിയെന്ന് പറഞ്ഞിട്ടോ, പണം കൊടുത്തെന്ന് പറഞ്ഞിട്ടോ സ്വർഗത്തിൽ കയറില്ല. പ്രതിഫലം ഇവിടെ കിട്ടി. വചനങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കൂ, സീരിയസ് ആയിട്ട് മനസ്സിലാക്കൂ. നിങ്ങളുടെ ലക്ഷ്യം ഇവിടേക്ക് വച്ചിട്ട്, ഇവിടുത്തെ പേരും പ്രശസ്തിയും പണവും ഇവിടുത്തെ ആഡംബരങ്ങളും സൗഭാഗ്യവും വച്ചിട്ട് അതിൽ ഫോക്കസ് ചെയ്തിട്ട് പ്രാർത്ഥിച്ച് ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ നിത്യതയിൽ കയറില്ല. കർത്താവ് വന്നത് ഇവിടുത്തെ സാധനങ്ങൾ തന്നു തീർക്കാനല്ല, നിത്യജീവൻ ഉണ്ടാകുവാൻ തൻ്റെ ജീവനെ മറുവിലയായി കർത്താവ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന മുറികൾക്കകത്ത് എപ്പോഴും നിങ്ങളുടെ തല ഉയർന്നിരിക്കട്ടെ. കർത്താവേ, ആ നിത്യജീവനിലെത്തണം, അവിടെ നീ നഷ്ടപ്പെടല്ലേ കർത്താവേ, അതെനിക്ക് നിങ്ങൾ ആഗ്രഹിച്ചേ പറ്റൂ. നഷ്ടപ്പെടല്ലേ കർത്താവേ എന്ന് കരഞ്ഞേ പറ്റൂ. എനിക്ക് നഷ്ടപ്പെട്ട് പോകല്ലേ എന്ന് പറയണം. നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, കർത്താവേ നിത്യജീവൻ നഷ്ടപ്പെടല്ലേ, നിത്യജീവൻ എനിക്ക് വേണം, ഞാൻ 1-ാം സ്ഥാനം അതിന് കൊടുക്കുന്നു. ഇന്ന് മരിച്ചാൽ നീ പോവോ? 1-ാം സ്ഥാനം എവിടേക്ക് വെച്ച്? നിൻ്റെ നിക്ഷേപം അവിടെ സ്വരൂപിക്കൂ. ബാങ്ക് ബാലൻസ് എത്രയായി? ഇത്രയും വെച്ചാൽ 5 വർഷം കഴിയുമ്പോൾ ഒന്നും ആവില്ല. മോളെ കെട്ടിക്കുന്ന സമയത്ത് ഒരു നടക്കത്തില്ല. അപ്പം കുറച്ചുകൂടി ആക്കില്ലേ പറ്റും. എല്ലാം ഇവിടെയാണ്. ഇവിടെ സ്വരൂപിക്കുക, ഇവിടെ ഉണ്ടാക്കുക. മനസ്സിലായോ? നിങ്ങളുടെ നിക്ഷേപം അവിടെ അങ്ങോട്ടേക്ക് നോക്കൂ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ അങ്ങ് വന്നോളൂന്ന്. മനസ്സ് കിടന്ന് പെടയല്ലേ, ടെൻഷൻ ആകരുത്. അങ്ങോട്ടേക്ക് നിത്യജീവന് വേണ്ടി വഞ്ചിപ്പിൻ. സ്വർഗം നിൻ്റെ മേൽ പ്രസാദിച്ചിറങ്ങി വരും. എൻ്റെ മകൻ എന്നോട് ചേരാൻ ആഗ്രഹിക്കുന്നു, നിത്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പൊന്നുപോലെ ചേർത്ത് കൊള്ളും നിങ്ങളെ. അവൻ്റെ രക്തം, കർത്താവ് യേശു ക്രിസ്തു മരിച്ചത് നിങ്ങളുടെ നിത്യതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പത്രോസ് പറയുന്നു, നിത്യജീവൻ്റെ വചനം നിൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ എവിടെ പോകണം? പലരും പോയത് ഈ ലോകത്തിൻ്റെ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ കൂടെ അതൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ പത്രോസ് പറയുന്നു, ഒന്നുമില്ലെങ്കിലും, ഇവിടെയുള്ള ഒന്നും കിട്ടിയില്ലെങ്കിലും നിത്യജീവൻ്റെ വചനം നിൻ്റെ കയ്യിലുണ്ടല്ലോ, അത് മതി. അവൻ്റെ ആത്മക്കണ്ണ് തുറക്കപ്പെട്ടു. നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കാത്തവർ, ഈ വിഷയം പ്രാർത്ഥിക്കാത്തവർ ഇന്നു മുതൽ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഫോക്കസ് തെറ്റിക്കിടക്കായിരുന്നു, ഈ ലോകത്തിലേക്ക് നോക്കിപ്പോയി. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, നിത്യതയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കവിടെ കർത്താവ് ഒരു സീറ്റ് തരണം, എന്നെ ശുദ്ധീകരിക്കണം. അപ്പം നമുക്ക് വിശുദ്ധ ജീവിതം എത്തിയോ? നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് വിശുദ്ധ ജീവിതം വേണം. മനസ്സിലാകുന്നു എന്തിന് കർത്താവ് വിശുദ്ധിക്ക് വേണ്ടി മല്ല് പിടിക്കുന്നുവെന്ന്? വിശുദ്ധിക്ക് വേണ്ടി മല്ല് പിടിക്കുമെന്നൊക്കെ പ്രയാസം തോന്നൂല്ലേ? അത് എടുക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, അവിടെ നോക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, സിനിമ നോക്കാൻ പാടില്ല, ആ മൊബൈൽ ഫോണിൽ അത് നോക്കാൻ പാടില്ല, പല ഇഷ്ടങ്ങൾ മാറ്റും എന്ന് പറയുമ്പോൾ പെയിൻ നിങ്ങൾക്ക് വരും. ഈ വഴി ഇടുക്കം, മനസ്സിലായോ? അതുവഴി പോകുന്നവർ ചുരുക്കം. ഇടുക്കം ഞെരുക്കാണ്. അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെ നോക്കാൻ പാടില്ല, ഇങ്ങനെ നോക്കി ഇടുക്കം. കുറച്ച് പേരേ ഉള്ളൂ. മതി. കർത്താവ് അതാണ്, പൊക്കോ, വേണ്ടാത്തവരെല്ലാം പൊക്കോളൂ, വേറെ ഒരു നിർബന്ധവുമില്ല. കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ കേൾക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച പോലെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിത്യജീവനാണ്, ഈ ലോകത്തിലെ ഭൗതികതകളല്ല. പക്ഷെ അത് വന്നോളൂ എന്ന് പറയുന്നുണ്ട്. അത് സംഭവിച്ചു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം വാരിക്കൊരു തരുന്നൊരു ദൈവമാണ്. പക്ഷെ നിങ്ങളുടെ ഹൃദയം ഇരിക്കേണ്ടത് ഇവിടെ അല്ല, നിത്യജീവനിലേക്കാണ്. അതങ്ങനെ തന്നെ ഫിക്സ് ചെയ്ത് വയ്ക്കണം. യോഹന്നാൻ സുവിശേഷം 17:3, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 3-ാം വചനം, ഏക
ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. കണ്ടോ, അവിടെ പറയുന്നു എന്താണ് നിത്യജീവൻ? നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. അപ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടാൻ എന്ത് ചെയ്യണം? യേശുവിനെ അറിയണം. അറിയാത്ത ഒരാൾ സ്വർഗത്തിൽ കയറില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തൊരുവന് വിശുദ്ധ ജീവൻ നടത്താൻ പറ്റില്ല. ഈ ലോകത്തിലെ നിയമം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധ ജീവൻ നയിക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ ലോകത്തിൽ പറയുന്നുണ്ടല്ലോ, കൊല ചെയ്യരുത്, വിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, അല്ലേ? ഈ ലോകത്തിലെ നിയമം പറയുന്നുണ്ടല്ലോ. ആ നിയമം പാലിച്ചാലും ഒരാൾ സ്വർഗരാജ്യത്തിലെത്തില്ല. കാരണം ഹൃദയം ഈ ലോകത്ത് നോക്കണില്ല. മനസ്സിലായോ? പുറമേ ചെയ്ത പ്രവൃത്തി വെച്ചിട്ടാണ് അളക്കുന്നത്. അതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മാത്രമേ തീരൂ. സ്വർഗത്തിലെത്താൻ കംപ്ലീറ്റ് വിശുദ്ധി കർത്താവ് പറയുന്നു. അതിന് നിന്നെ നയിക്കുന്ന നിയമസംഹിത ഇതിനകത്താണ്. അപ്പം ഇത് പഠിക്കാത്ത ഒരാൾക്ക് അവിടെ കയറാൻ പ്രയാസമാണ്. ഇതറിയാത്ത ഒരാൾക്ക് അവിടെ എത്താൻ പ്രയാസമാണ്. ഇതിൻ്റെ റെവലേഷൻസ് ആണ് കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കൂ, ഈ അന്ത്യകാലഘട്ടത്തിൽ സാത്താൻ അവൻ്റെ എല്ലാ ആയുധം എടുത്തടിക്കുന്നു, മാക്സിമം അശുദ്ധി കൊണ്ട് നിറയ്ക്കുന്നു എല്ലാവരിലേക്കും. അപ്പോൾ എങ്ങനെ ഇതിനെ തോൽപ്പിക്കും? എങ്ങനെ ഇതിനെ തകർക്കും? നമ്മൾ എന്താണ് അശുദ്ധി, എന്താണ് വിശുദ്ധി എന്ന് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എങ്ങനെ അശുദ്ധി പ്രവേശിക്കും നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ജീവിതമില്ല, അല്ലേ? മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇതിലെവിടെയാണ് അശുദ്ധി എന്നിങ്ങനെ പലതും അറിയില്ല നമുക്ക്. നമ്മളെങ്ങ് കാണുകയാണെല്ലാം. ഇതിലെന്തൊക്കെയാണ് അശുദ്ധി, എന്തൊക്കെയാണ് പാപം, ഇതെവിടെ കൂടെ കയറുന്നു? സോളിലേക്ക്, നിങ്ങളുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് കയറുന്ന അശുദ്ധിയുടെ അളവറിയാമോ നിങ്ങൾക്ക്? എന്തുമാത്രമാണെന്ന് അറിയാമോ? ഇതറിയണമെങ്കിൽ ഈ താഴത്തിൽ പഠിക്കണം. അതായത് അന്ത്യകാലഘട്ടത്തിൽ സാത്താൻ ഇങ്ങനെ തന്ത്രപൂർവ്വം ആൾക്കാരെ ട്രാപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? നമ്മളൊന്നും അറിയാതെ ചെന്ന് കുഴിക്കാതെ വീട് കൊടുക്കുകയാണ്. ഒന്നും അറിയാതെ, ശരി കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ പലതും ഈ കാഴ്ചയാണ് ഏറ്റവും വലിയ അപകടം ഈ കാലഘട്ടത്തിൻ്റെ. സാത്താൻ പ്രവേശിക്കുന്നത്, പാപിയാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും അറിയാതെ ചെന്ന് ഈ ട്രാപ്പിനകത്ത് ഞാൻ വീണ് കൊടുക്കുന്നത് ചെയ്തു. അപ്പോൾ അങ്ങനെ വീണ് കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് പഴയ ജ്ഞാനമല്ല, ഇത് പുതിയ സ്ട്രാറ്റജി അല്ലേ? മനസ്സിലായോ? കോവിഡിന് മുമ്പ് മൊബൈൽ ഫോൺ ഇങ്ങനെ സുലഭമല്ല, അല്ലേ? കോവിഡിന് ശേഷം മൊബൈൽ സുലഭമാകുന്നു, എല്ലാവർക്കും ഇൻ്റർനെറ്റ് അവൈലബിൾ ആക്കുന്നു, ഇഷ്ടം പോലെ സാധനം എല്ലാം ലോകം മുഴുവൻ കിട്ടുന്നു. ഇഷ്ടപ്പെട്ട കാഴ്ച എന്ന് വെച്ചാൽ കൊറിയൻ ലാംഗ്വേജിൽപ്പെട്ട വീഡിയോസും പാട്ടുകളും സീരിയലുകളുമാണ്. ഏറ്റവും കൂടുതൽ പൈശാചികത അടങ്ങിയിരിക്കുന്ന വീഡിയോസാണ് കൊറിയൻ വീഡിയോസ്. ഏറ്റവും കൂടുതൽ പൈശാചിക സ്വാധീനം. ആരെങ്കിലും കാണുന്നുവെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുകയും ഡെലിവറൻസ് എടുക്കുകയും ചെയ്യണം. അല്ലാതെ പോകില്ല. അത് കണ്ടിട്ടുള്ളവർ ഓൾറെഡി നിങ്ങൾ ബന്ധനത്തിനകത്തായി കഴിഞ്ഞവരാണ്. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനകത്ത് തന്നെ പലരിലും. കൊറിയൻ സീരീസ് അത് അവരുടെ ഈ പൂർവികരുടെ ആരാധിക്കുകയും അങ്ങനെ പൈശാചികത ഒത്തിരി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവരുണ്ടാക്കുന്ന വീഡിയോസിലെല്ലാം ഈ സ്പിരിറ്റുകളാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ നിരന്തര കാഴ്ച ഇതാണ്. അങ്ങനെ അശുദ്ധകളെ കേട്ടിക്കൊണ്ടേയിരിക്കും നിരന്തരം. വീട് നരകതുല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കും, നമ്മൾ കാണുന്ന പലതിനകത്തും സാത്താൻ ട്രാപ്പ് ചെയ്യുന്നു, തന്ത്രപൂർവ്വം കടന്നു വരുന്നു. മനസ്സിലായി? നമ്മളറിയാതെ കടന്നു വരുന്നു. നമ്മൾ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു, ശരിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള തന്ത്രപൂർവമായ ട്രാപ്പുകളെ, ഇതിനകത്തുള്ള അശുദ്ധികളെ തിരിച്ചറിയാൻ വേദപുസ്തകത്തെ കോണ്ടെക്സ്റ്റുവലൈസ് ചെയ്ത്, അത് ഈ കാലഘട്ടത്തിൻ്റെതായ രീതിയിൽ പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ച് തന്നാലേ മനസ്സിലാവും. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. മനസ്സിലായി? കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിൻ്റെ ശുശ്രൂഷ വെച്ചുകൊണ്ട് കോവിഡിന് ശേഷമുള്ള ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. മനസ്സിലാകുന്നോ? എൻ ടൈം, അന്ത്യകാലത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് എൻ ടൈം അനോയിൻറ്റിങ് വന്നേ പറ്റൂ. അന്ത്യകാലത്തിൻ്റെ അഭിഷേകമില്ലാത്ത ഒരു ശുശ്രൂഷകന് അന്ത്യകാലത്തുള്ള സാത്താൻ്റെ സ്ട്രാറ്റജീസ് പിടിക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതാണ് അന്ത്യകാല അഭിഷേകം. ഞങ്ങളുടെ യൂത്ത് മിനിസ്ട്രിയുടെ ഫോക്കസ് ഏതാണ്? എൻ ടൈം മിനിസ്ട്രി. ഒരു തലമുറ എഴുന്നേൽക്കണം. അവർ അന്ത്യകാല അഭിഷിക്തന്മാർ ഒരു തലമുറയായിട്ട് എഴുന്നേൽക്കണം. അതാണ് ലക്ഷ്യം ദൈവത്തിൻ്റെ. ഈ പിള്ളേർ എഴുന്നേൽക്കണം. അവർ എൻ ടൈം അനോയിൻറ്റിംഗ് ആണ്. അവരുടെ കരങ്ങളിലെല്ലാം പാപമുണ്ട്. നല്ലൊരു ശതമാനം കുട്ടികളിൽ പാപമുണ്ട്, അശുദ്ധിയുണ്ട്, തിന്മയുണ്ട്. ഏത് തിന്മ? ഈ കാലഘട്ടത്തിൻ്റെ തിന്മ. പണ്ടത്തെ തിന്മയല്ല. പണ്ടത്തെ തിന്മ വേറെ രീതികളാണ്. ഇന്ന് 100 ഇരട്ടിയാണ്. മനസ്സിലാകുന്നോ? കോവിഡിന് മുമ്പ് നിങ്ങളുടെ സിവിയർ പാപം ചെയ്താൽ നിങ്ങളിരിക്കുന്നത് 10 ബാധയാണെങ്കിൽ ഇന്ന് അതിൻ്റെ 1000 ബാധയാണ് ഇരിക്കുന്നത്. 1000. അത്ര സീരിയസ് ആയ മേഖലയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കൂ, സാത്താൻ്റെ ശക്തി 10 ആയിരുന്നത് ഇപ്പോൾ 1000 ആയിരിക്കുന്നു.
മനസ്സിലാകുന്നോ? അന്നത്തെ കാലഘട്ടത്തിൽ ഒരു യുവാവിൽ വ്യാപരിച്ചിരുന്ന ശുദ്ധി 1000 ശക്തിയാണെങ്കിൽ ഇന്ന് ഒരു യുവാവിൽ വ്യാപരിക്കുന്നത് 1000 ശക്തിയാണ്. ഇതിനെങ്ങനെ ഒഴിപ്പിക്കും? ഇതെങ്ങനെ ശുദ്ധീകരിക്കും? ഇതെങ്ങനെ വിടുവിക്കും? സ്ട്രാറ്റജി മാറണം, പവർ മാറണം. പവർ മാറണം. ഏത് പവർ? എൻഡ് ടൈം അനോയിൻറ്റിങ്. സ്വർഗം റിലീസ് ചെയ്തൊരു അഭിഷേകമാണത്. അത് റിസീവ് ചെയ്യാൻ പ്രാപ്തിയുള്ള വ്യക്തികളുണ്ടാവണം. ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ഈ സ്ട്രാറ്റജീസ്, ഈ പവർ ഒരുവനിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ, ഒരു ശുശ്രൂഷകനിൽ ഇറങ്ങി വരണമെങ്കിൽ ആ ശുശ്രൂഷകൻ ഈ സാത്താൻ്റെ ഈ എൻഡ് ടൈമിൽ കിടക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ തോൽപ്പിച്ചിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഒരു യുവാവ് നാളെ സുവിശേഷ വേലക്കാരനായി മാറണമെങ്കിൽ ആ യുവാവ് ഈ തന്ത്രങ്ങളെ തോൽപ്പിച്ച ആളായിരിക്കണം. ആ വ്യക്തി മൊബൈൽ ഫോണിൽ നിന്ന് രക്ഷപ്പെടണം. ആ വ്യക്തി പോൺ വീഡിയോസിൽ നിന്ന് രക്ഷപ്പെടണം. ആ വ്യക്തി അശുദ്ധിയിൽ അശ്ലീലങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. അതിനെ തോൽപ്പിച്ച് പുറത്തു വരണം. ചിലപ്പോൾ അതിനകത്ത് കിടക്കുന്നതായിരിക്കാം. അവനെ തോൽപ്പിച്ച് പുറത്തു വന്ന് അവനെ അടിക്കണം. എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ ചക്ക തരാം, മാങ്ങ തരാം, വീട് തരാം എന്ന് പറഞ്ഞിട്ടിരുന്നാൽ നടക്കോ? പൈസ തരാം, പ്രാർത്ഥിക്കാൻ വരൂ, ഇപ്പോൾ വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ ഇവിടെ സുവിശേഷം കൊടുക്കാൻ പോണില്ല. അങ്ങനൊരു സുവിശേഷം പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ, അങ്ങനെ നിങ്ങൾ ഈ ലോകത്തിലെ പണത്തിനും വീടിനും സൗഭാഗ്യത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും ഒരു അത്ഭുതത്തിന് വേണ്ടി മാത്രം ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ ഒരു സുവിശേഷ വേലയും ഇവിടെ എഴുന്നേൽക്കാൻ പോണില്ല. സാത്താൻ തന്ത്രപൂർവ്വം ജയമെടുക്കും. പ്രിയമുള്ളവരെ, ഇവിടെ സ്വർഗം കാണാത്തൊരാൾക്കും ഈ മിനിസ്ട്രി ചെയ്യാൻ പറ്റില്ല. എൻഡ് ടൈം ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, അന്ത്യകാലഘട്ടത്തിൽ സാത്താൻ മുമ്പിൽ ജയിക്കണമെങ്കിൽ നിങ്ങളുടെ കണ്ണ് മാറിയേ പറ്റൂ. ആത്മക്കണ്ണ് തുറക്കപ്പെടണം. എവിടെയാണ് ഇവൻ ഇരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണം. ഇവൻ്റെ തന്ത്രങ്ങൾ തിരിച്ചറിയണം. പുതിയ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അതാണ് കർത്താവ് പറഞ്ഞത്, അന്ത്യകാലത്ത് സകല ജഡത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ പകരം വൃദ്ധന്മാർ പ്രവചിക്കും എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് സ്വർഗം നിനക്ക് കേൾപ്പിച്ചു തരും. സാത്താൻ തൂന്നാൻ പാടാം. മനസ്സിലായോ? നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പോകുമ്പോൾ, നിങ്ങൾ പോകാൻ പോകും ഒരു സ്ഥലത്തേക്ക്, അപ്പോൾ അവിടെ ഒരു ട്രാപ്പ് സാത്താൻ ഒരുക്കി വെച്ചേക്കാണ്. ഇവിടെ പ്രവാചക ശബ്ദം ഉള്ള ദൈവത്തിൻ്റെ മക്കൾ സ്വർഗം ഇങ്ങനെ സംസാരിക്കും, പോകരുതെന്ന് പറ, അല്ലെങ്കിൽ നീ പോകരുത്. ആ ട്രാപ്പ് തോറ്റ്. മനസ്സിലായോ? ഈച്ച് ആൻഡ് എവറി മൊമെൻ്റ് സൂക്ഷിക്കണം. ഓരോ സെക്കൻഡ് സൂക്ഷിക്കണം. ട്രാപ്സ് എവിടെ ഇരിക്കുന്ന അറിയാൻ പറ്റില്ല. എവിടെ നോക്കിയാൽ പ്രശ്നമാകുമെന്ന് അറിയാൻ പറ്റത്തില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ കയറില്ല. മനസ്സിലാകുന്നോ? കോവിഡ് മുമ്പുള്ള കാലത്ത് കർത്താവ് വന്നാൽ ഒരു സൊസൈറ്റിയിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരു 50 എണ്ണം പോകുന്നു വെച്ചോ. അപ്പോഴും കർത്താവ് വന്നെങ്കിൽ നമ്മളിൽ 50 പേര് പോകുമായിരുന്നു, ഉറപ്പാണ്. ഇപ്പോൾ വന്നാൽ 10 എണ്ണം തികച്ചു പോകില്ല. അതാണ് വ്യത്യാസം. അന്നിത്ര പാപമില്ല, അന്നിത്ര ട്രാപ്പില്ല, അന്നിത്ര അപകടങ്ങളില്ല. ഇപ്പോൾ അപകടങ്ങൾ നിറഞ്ഞ് ചുറ്റും എല്ലായിടവും പാപം. നമ്മൾ സ്ലിപ്പായി വീണുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ വന്നാൽ അതും അങ്ങ് വന്നു പോകേണ്ടവർ പോലും ഇന്ന് പോകില്ല. ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കും നിങ്ങൾ. വഴി ഇടുങ്ങിയിരിക്കുന്നു, പാപം പെരുകിയിരിക്കുന്നു, അശുദ്ധി നിറഞ്ഞിരിക്കുന്നു. ആത്മക്കണ്ണ് തുറക്കാത്തടത്തോളം കാലം പ്രയാസം. അപ്പോൾ നമുക്ക് വേണ്ടത്, 1, നിങ്ങൾക്ക് ആത്മക്കണ്ണ് നിങ്ങൾ തുറക്കപ്പെടണം. 2, ആത്മക്കണ്ണ് തുറന്ന ശുശ്രൂഷകർ നമുക്കുണ്ടാവണം. മനസ്സിലായോ? ഇല്ലെങ്കിൽ പാടാണ്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വെളിച്ചം കിട്ടില്ല. അതാണ് ആത്മക്കണ്ണ് തുറന്ന ഒരു ശുശ്രൂഷകന് മാത്രമേ വചനത്തിൻ്റെ പുതിയത് കിട്ടൂ. മനസ്സിലായോ? പുതിയ മർമ്മങ്ങൾ കിട്ടൂ. സാത്താൻ്റെ സ്ട്രാറ്റജീസ് കിട്ടുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ കിട്ടുള്ളൂ. അഭിഷേകത്തിൻ്റെ പുതിയ തലകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്ത് ശരി എന്ത് തെറ്റെന്ന് പ്രവചിക്കണമെങ്കിൽ അങ്ങനൊരു ശുശ്രൂഷ എഴുന്നേറ്റ് വരണം. അങ്ങനൊരു ശുശ്രൂഷ രൂപപ്പെട്ട് വരണമെങ്കിൽ സാത്താൻ്റെ തന്ത്രങ്ങൾ ആ ശുശ്രൂഷ പരാജയപ്പെടുത്തിയിരിക്കണം. പെയിൻഫുള്ളായ എക്സ്പീരിയൻസിലൂടെ കർത്താവ് കടത്തിവിടും. ശോധനയ്ക്കകത്തൂടെ കടത്തിവിട്ട് ശുദ്ധീകരിച്ച് കഴുകി വെടിപ്പാക്കി ഇവൻ്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കാൻ നിർത്തും. അതിൽ നിൻ്റെ ഫോക്കസ് ഈ ലോകം വിട്ടേ പറ്റും. മനസ്സിലായോ? നിങ്ങൾക്ക് അതാണ് ആ സഹോദരി പറഞ്ഞ, കൊലസിനോട് നിനക്കൊരു മോഹമുണ്ട്, മാറ്റ്. നിനക്കെവിടെയെല്ലാം മോഹമുണ്ടോ അതെല്ലാം എടുത്തു കളഞ്ഞില്ല എങ്കിൽ അതുവഴി സാത്താൻ പ്രവേശിക്കും. നിൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ചെറിയ കളങ്കം, ഒരു ചെറിയ മോഹം, ഒരു ചെറിയ ദാഹമതി അറ്റാക്ക്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നു, എന്നല്ലാതെ ഇതിനകത്ത് ആരെയും കയറ്റല്ലേ. നിങ്ങളുടെ അപ്പനെ ഇതിനകത്ത് കയറ്റിയാൽ
പോട്ട് നിങ്ങളുടെ കുഞ്ഞിനെ കയറ്റി വെച്ചോ, നിങ്ങളുടെ മകളെ, നിങ്ങളുടെ മകനെ ഹൃദയത്തിൽ കയറ്റി വെച്ചോളൂ. എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് നിരാശ വരും. ശരിയല്ലേ? നിരാശ വരും, ടെൻഷൻ വരും, ആദി വരും. എന്തിന്? മക്കളെ ഓർച്ച്. അപ്പോൾ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ബൈബിൾ എന്ത് പറയുന്നു? ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, അല്ലേ? അപ്പം കുഞ്ഞിനൊരു സങ്കടം വരുമ്പോൾ നമുക്കിവിടെ ഭയം, നിരാശ. നിരാശ ആര് കൊണ്ടുവരുന്നു? ദൈവോ? സാത്താൻ. നമ്മൾ വിചാരിക്കും എൻ്റെ മോക്ക് വയ്യാത്തോണ്ടല്ലേ നിരാശ വന്നത്. ശരിയല്ലേ? നമ്മൾ അങ്ങനെയല്ലേ വിചാരിച്ച് വെച്ചേക്കുന്നേ? എൻ്റെ പിള്ള ഞാൻ സ്നേഹിക്കുന്നു, പിള്ളയ്ക്ക് വയ്യാതായപ്പോൾ എനിക്ക് നിരാശ വന്നു. കർത്താവ് എന്തു പറയും നിങ്ങൾ നോക്കിയിട്ട്? ഞാൻ പറഞ്ഞോടാ നിരാശപ്പെടാൻ? ധൈര്യപ്പെടാനല്ലേ പറഞ്ഞേ? വിശ്വസിക്കാനല്ലേ പറഞ്ഞേ? അപ്പോൾ നീ ആരനുസരിച്ചു? സാത്താൻ പറഞ്ഞു നിരാശപ്പെടൂ, നിരാശപ്പെടൂ, നോക്ക് കർത്താവ് സഹായിച്ചിട്ടില്ല, പ്രാർത്ഥിക്കൂ, നിരാശപ്പെടൂ. നിൻ്റെ മോള് കണ്ടാ പോയി നിരാശപ്പെട്ടു. കർത്താവ് പറഞ്ഞു ധൈര്യപ്പെടാ, ധൈര്യപ്പെടേ. കർത്താവ് ധൈര്യപ്പെടാനൊന്നും പറ്റില്ല. എൻ്റെ കൊച്ചിനെ കണ്ടില്ലേ, എനിക്ക് ഭാരമാണ്, നിരാശ. നീ കാണുന്നില്ല ഇതൊന്നും? മനസ്സിലാവും നിങ്ങൾക്ക്? ആ നിരാശ എന്ന് പറയുന്നൊരു ഹാളിലൂടെ പ്രവേശിക്കും. സാത്താൻ പ്രവേശിച്ചു, നിങ്ങൾ തോറ്റ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഹൃദയത്തിനകത്ത് നിന്ന് എടുത്ത് കളയൂ നിൻ്റെ മക്കളെ. മനസ്സിലായി? എന്നെക്കാളേറെ അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ മക്കളെയോ ഭാര്യയോ ഭർത്താവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാകുന്നവനല്ല. അല്ല, കൊള്ളാകുന്നവനല്ലെന്ന് പറഞ്ഞാൽ ഇവിടം സാത്താൻ കൊണ്ടുപോകും, ഉറപ്പ്. അതുകൊണ്ടാണ് അവരെ പകയ്ക്കൂ. ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു പകയ്ക്കൂ. പകയ്ക്കാതിരിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ലെന്നാണ്. പകച്ച് വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. മാറ്, എൻ്റെ ഹൃദയത്തിനകത്ത് എടുത്തു മാറ്റും. ആ കർത്താവിനെ വച്ചിട്ട് സ്നേഹിക്കും. അപ്പം പെയിൻ വരില്ലെന്ന് കർത്താവുണ്ടല്ലോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലായോ? അപ്പം നിങ്ങളുടെ ഫോക്കസ് മാറിയതുണ്ടോ? ലോകം, 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 പിള്ള, അപ്പൻ, അമ്മ, ഈ സാധനം എല്ലാം പോയിട്ട് ഇവിടെ ആരായി? ദൈവമായില്ലേ? ദൈവം ആകുമ്പം ദൈവം, ദൈവം, ദൈവം. എന്തിനാ ദൈവം? വല്ല കാര്യമുണ്ടോ ദൈവത്തെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയാ? എന്തിനാ ദൈവം ഇട്ടിരിക്കണേ? നമ്മൾ വിചാരിക്കുന്നത് അറിയാമോ? ദൈവം ഇട്ടിരിക്കുമ്പോൾ മക്കളെ സഹായിക്കും, ദൈവം ഇട്ടിരിക്കുമ്പോൾ പണം കിട്ടും, ദൈവം ഇട്ടിരിക്കുമ്പോൾ അത് കിട്ടും, ഇത് കിട്ടും. അങ്ങനല്ല. ഇവിടെ ദൈവം ആകുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിറയുന്നത് വായി സംസാരിക്കും. അതിന് പറഞ്ഞൂടെ? ഹൃദയം നിറയുന്നത് വായി സംസാരിക്കും. ഹൃദയത്തിൽ ആരായിരിക്കുന്നേ? ദൈവം. അപ്പം നിങ്ങൾ എന്തു പറയും? മക്കളെ അനുഗ്രഹിക്കണേ നല്ല പറയണേ. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും, ദൈവം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും, ദൈവം ഇരിക്കുന്ന സ്ഥലം നോക്കാൻ തുടങ്ങും. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും, അകക്കണ്ണ് തുറക്കും. അകക്കണ്ണ് തുറക്കും, ആത്മലോകം കാണാൻ തുടങ്ങും. അപ്പോൾ ആത്മലോകം കാണാൻ തുടങ്ങുമ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്നും പ്രശ്നമല്ല, എല്ലാം ദൈവം നോക്കും. എലീജ പറയുന്നത് പോലെ, നമുക്ക് ചുറ്റും നിൽക്കുന്ന കാഴ്ച കണ്ടോ? എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഞാനെന്തിന് പറയിടാവണം? പണമില്ലായ്മയെക്കുറിച്ച് ഞാനെന്തിന് പറയിടാവണം? സർവ്വസൈന്യാധിപനായ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാനിതാ കാണുന്നു. അതാണ് സ്തേഫനോസ് കല്ലെറിയുന്ന സമയത്ത് സ്തേഫനാസ് സ്വർഗത്തിലേക്ക് നോക്കി. മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. കല്ലേറൊന്നും നോവില്ല. നമുക്ക് പാവം കല്ലെറിഞ്ഞും തോന്നും. സ്തേഫാനോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനയില്ല, അത്ഭുതമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നോവില്ല, ഇവിടെ തൊടില്ല. മനസ്സിലായോ? സങ്കടപ്പെടാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തേ സങ്കടപ്പെടുന്നു? അകം, കർത്താവിനല്ല. മനസ്സിലായോ? നിത്യജീവനിലേക്ക് നിൻ്റെ ഹൃദയം കൊടുത്താൽ മാത്രമേ ഇവിടെ സ്വസ്ഥമായൊരു ജീവിതം എനിക്ക് കിട്ടൂ. യുദ്ധമൊക്കെ വരികയാണ്, മനസ്സിലായോ? യുദ്ധമൊക്കെ വരികയാണ്, ഗ്യാസൊക്കെ തീർന്നു. ഇനി അങ്ങോട്ടങ്ങോട്ട് പലതും തീരും, പലതും ഇല്ലാതെയാവും, സങ്കടങ്ങൾ വരാൻ തുടങ്ങും, പലരും നഷ്ടപ്പെടും, പല രോഗങ്ങളും വരും, പകർച്ചവ്യാധികൾ വരാൻ പോകുന്നു. കോവിഡ് തീർന്നില്ല, അതിൽ തീരില്ല. വരാൻ പോകുന്നത് ഒന്നും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തതിലപ്പുറമാണ്. വിഷമം വരില്ലേ? സങ്കടം വരില്ലേ? പാടില്ല. ഇന്ന് നീ വന്നാലും ഇത് ഞാൻ വരും. ഫോക്കസ് അങ്ങോട്ടേക്ക്. അകക്കണ്ണ് തുറക്കണമെങ്കിൽ നിൻ്റെ അകത്ത് ദൈവം വരണം. നിത്യജീവനിലേക്ക് നിങ്ങളുടെ കണ്ണ് പോകണം. പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന ഉയർന്നാൽ നിങ്ങളുടെ അകക്കണ്ണ് തുറക്കപ്പെടും. നിത്യജീവൻ എന്നുള്ള സംഘം 2 കൊരിന്ത്യർ 4:18 അതുകൂടി നോക്കാം. 2 കൊരിന്ത്യർ 4:18 2 കൊരിന്ത്യർ 4:18 കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കണ്ടോ? കാണുന്നതിനെ അല്ല നിങ്ങൾ നോക്കേണ്ടത്.
ഇവിടെ കാണുന്നത് നേരത്തെ പറഞ്ഞു, ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനെ നോക്കി 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 അല്ല, കാണാത്തതിനെ കാണാൻ, സ്വർഗം കാണാൻ, അവിടേക്ക്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളുടെ ഫോക്കസ് മാറണം, നിങ്ങളുടെ പ്രാർത്ഥന രീതി മാറണം. നിങ്ങളുടെ അകത്ത് കർത്താവിനാവണം, കർത്താവിനെ കാണാൻ ആഗ്രഹിക്കണം, അകക്കണ്ണ് തുറക്കപ്പെടണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, നിത്യജീവന് വേണ്ടി വാഞ്ചയോടെ പ്രാർത്ഥിക്കണം. അത് എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും നഷ്ടപ്പെടല്ലേ കർത്താവേ. മനസ്സിലായോ? മക്കൾ വിദ്യാഭ്യാസം കൊടുക്കാനല്ല ഒന്നാമത് പ്രാർത്ഥിക്കേണ്ടത്, അവർക്ക് നല്ല ജീവിതം ഉണ്ടാവണമെന്നല്ല. ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ, ഇവിടെ കാണുന്ന കാഴ്ചകൾ നോക്കി അല്ല നിങ്ങൾ ആദ്യം നിലവിളിക്കേണ്ടത്. എൻ്റെ കുഞ്ഞ് നിത്യജീവനിലെത്തണേ, സ്വർഗം നഷ്ടപ്പെട്ടു പോകല്ലേ കർത്താവേ. മനസ്സിലാവോ? ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നിൻ്റെ കുഞ്ഞിനെ സ്വർഗം നോക്കും. മനസ്സിലായോ? നമ്മൾ ഈ ഫോക്കസ് മാറിയതാണ് പിള്ള വീണ് പോയതും നമ്മൾ തകർന്നു പോകുന്നതും. സ്വർഗത്തിലേക്ക് നോക്കൂ. മറ്റൊരു ഭാഗത്തേക്ക് നോക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായം. മത്തായി സുവിശേഷം 16-ാം അധ്യായം. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16 മുതൽ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവുത്തരം നിനക്ക് അത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അത് ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവിടെ പറയുകയാണ് പത്രോസ്, ആദ്യം എന്താ പറഞ്ഞ പത്രോസ്, നിത്യജീവൻ നിൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് പത്രോസിന് ഇത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിത്യജീവൻ എന്നുള്ള ഫോക്കസ് നിൽക്കണം. ഇപ്പോൾ ഇവിടെ നോക്കുക, രണ്ടാമത് പത്രോസ് പറയുന്നൊരു കാര്യമാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ അതിൻ്റെ മുകളിൽ ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നുവെന്ന് അവർ പറഞ്ഞു. 15-ാം വാക്യം, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന്, കേട്ടോ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അവരൊക്കെ ഏലിയാവ് എന്നൊക്കെ പറയുന്നുണ്ട്, പ്രവാചകൻ എന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. അപ്പം പത്രോസ് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ കർത്താവ് പറയാണ്, ബറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തി കിട്ടി. വെളിപ്പാട്, റെവലേഷൻ, അകക്കണ്ണ്. മനസ്സിലായോ? ജഡരക്തങ്ങളല്ലെന്ന് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് പഠിപ്പിക്കുന്ന പഠനങ്ങൾ വച്ചിട്ടല്ല പത്രോസ് അത് പറഞ്ഞതെന്ന്. ഇത്രയും നാൾ കേട്ടത് പഠിച്ചത് ആരൊക്കെയോ പറഞ്ഞെന്ന് വെച്ച് ജഡരക്തങ്ങളല്ല നിനക്കത് പറഞ്ഞത്. നിനക്കിപ്പോൾ ഒരകക്കണ്ണ് തുറക്കപ്പെട്ടിരിക്കുന്നു. എന്തോന്നാ? നിനക്ക് നിൻ്റെ ദാഹം കണ്ടിട്ട്, നിൻ്റെ ആഗ്രഹം കണ്ടിട്ട് ദൈവം നിനക്കൊരു റെവലേഷൻ തുറന്നു തന്നിരിക്കുന്നു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നുവെന്ന് വെളിപ്പാട്. ശീമോനെ, നിനക്ക് ജഡരക്തങ്ങളല്ല ഇത് തന്നത്, ഇത് ദൈവം തുറന്നാണ് നിനക്ക്. അതായത് വചനത്തിൻ്റെ റെവലേഷൻസ് തുറക്കപ്പെടുന്നത് അകക്കണ്ണ് തുറക്കുമ്പോഴാണ്. മനസ്സിലാകുന്നോ? അകക്കണ്ണ് തുറക്കപ്പെടുമ്പോൾ കിട്ടും. ചില ആൾക്കാരിങ്ങനെ നിങ്ങൾ ചിലർക്ക് ഉണ്ടാവാം, നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സംഭവം ഇങ്ങനെ വരുന്നു, അയ്യോ ഇതിങ്ങനെ ആയിരുന്നോ, അതിൻ്റെ അർത്ഥം പെട്ടെന്ന് കിട്ടുന്നു, പുതിയൊരു അർത്ഥം ഇങ്ങനെ കിട്ടുകയാണ്, നിങ്ങൾക്ക് സന്തോഷം തോന്നൂലേ? അകക്കണ്ണ് തുറക്കാണ്. അത് പല ലെയറുകൾ അനുസരിച്ച്, ലെവൽസ് അനുസരിച്ച് തുറക്കപ്പെടും കേട്ടോ. താഴെ ഇങ്ങനെ മുകളിലേക്ക് വളർന്നു വരുന്നതാണ്. വളരെ താഴെത്തട്ടിലേക്ക് നമുക്ക് തുറക്കപ്പെടാം. നിങ്ങൾ ശ്രമിച്ചാൽ കാണാൻ പറ്റും. അകക്കണ്ണ് തുറക്കപ്പെട്ടൊരു മനുഷ്യൻ. ഇയാൾ പറയുന്നതെന്നറിയാമോ? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ ക്രിസ്തുവാണ് നീ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മളുടെ കർത്താവ് ചോദിക്കുന്നതിന് ചതി ഇതാണ്, യേശു നിങ്ങൾക്കാരാണ്? നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുന്നു, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു, ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവിനെ വിശ്വസിക്കുന്നവർ, യഥാർത്ഥത്തിൽ നിങ്ങൾ യേശുവിനെ കർത്താവ് രക്ഷിതാവായ ദൈവമെന്ന് വിശ്വസിച്ചാൽ, നിങ്ങൾ അതിനെ ഉൾക്കൊണ്ടാൽ, നിങ്ങൾ യഥാർത്ഥമായി ദൈവമായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാരണവശാൽ ലോകത്തൊരു സാധനം ചോദിക്കില്ല. അതിൻ്റെ പ്രത്യേകത മനസ്സിലായ? ചോദിക്കാൻ തോന്നത്തില്ല. അതായത് അങ്ങനെ വെളിപ്പെട്ട് വരണം. നീ കർത്താവേ, നീ ദൈവമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ തട്ടി നമുക്കത് മനസ്സിലാവണം. മനസ്സിലായി വന്നാൽ നമ്മൾ കർത്താവിനെ ഒരു സാധനങ്ങൾ തരാനുള്ള ഒരാളായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല. ഇതൊക്കെ തരാനുള്ള ആളായിട്ടേ നമ്മൾ യൂസ് ചെയ്യത്തില്ല. നമ്മുടെ വിശ്വാസം കൊണ്ട് കയറാൻ തുടങ്ങും. അതാണ് ക്രിസ്തു ആണെന്ന് പറയുന്നതിലല്ല കാര്യം. ആ വാക്ക് നമ്മുടെ വായിൽ നിന്ന് വീഴും. പക്ഷെ എത്ര അളവിലാണ് നീ അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നത്, ദൈവത്തെ മനസ്സിലാക്കി വച്ചേക്കുന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ക്രിസ്തുവിനെ ഇങ്ങനെ, കർത്താവേ നീ ദൈവമാണ് എന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആദ്യം വരുന്നതെന്നറിയാമോ? ഒരു ഭയമാണ്. ഒരു ദൈവഭയം ഇങ്ങനെ വരും. നിന്നോട് വലിയ ദൈവം, സർവശക്തൻ. മനസ്സിലാകുമോ? സർവശക്തനായ ദൈവം. അപ്പോൾ നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഈ ദൈവത്തെ നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്.
നിങ്ങളുടെ വിശ്വാസം ദൈവത്തിലാണ്, ദൈവമാണ് നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ കർത്താവിനെ കാണുകയാണ്. ഈ ദൈവം എന്ന് മനസ്സിലാക്കിയ സീരിയസ്നെസ് ആണ്. അത്രയും കാണുന്ന ഒരാൾ നടന്നു പോകുമ്പോൾ എല്ലാം പേടിച്ചറിയുന്നു പോകുന്നത്. എന്താണ്? കർത്താവേ, നിനക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും തൊടുവോ? നിനക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്യുമോ? പറഞ്ഞു പോവോ? തെറ്റല്ലേ? മനസ്സിലായോ? ഭയം. ഒരാൾ ദൈവത്തെ കണ്ടാൽ, പത്രോസ് പറഞ്ഞ വാക്ക് നിസ്സാരമായിട്ട് കാണല്ലേ. കർത്താവ് നിൻ്റെ അകക്കണ്ണ് തുറന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെവലിൽ പിടികിട്ടിയിരിക്കുന്നു. മനസ്സിലായോ? അതിൻ്റെ ലെവലിൽ പിടികിട്ടിയിരിക്കുന്നു. നമ്മൾ പറയുമ്പോഴല്ല, കർത്താവേ നീ ദൈവമാണെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആയാൽ നമുക്കൊരു പേടി വരും. പാപം ചെയ്യാൻ പേടിക്കും. കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവൻ. അവനാണ് ദൈവം. അപ്പോൾ ആ പേടിയിലായി നിങ്ങൾ, ആ ദൈവഭയത്തിൽ നിങ്ങൾ മൂവ് ചെയ്യത്തുള്ളൂ. ദൈവസ്നേഹമാണ്, പക്ഷെ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ നിൽക്കും. ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ പിടികിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദൈവഭയം ഇങ്ങനെ വരും. അതിൽ മറ്റൊന്ന് ദൈവസ്നേഹം നിങ്ങളിലേക്ക് വരും. കർത്താവിനെ ചേർന്ന് കഴിഞ്ഞാൽ, യഥാർത്ഥ കർത്താവിനെ പിടികിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഭയം വന്നിട്ട് പിന്നെ ഒരു അടുത്ത ലെവൽ നിങ്ങൾക്കൊരു സ്നേഹം വരും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിരിക്കും വളരുക. കർത്താവിനെ നിങ്ങൾ അറിയണതനുസരിച്ച്, കർത്താവ് ദൈവമാണ് തിരിച്ചറിയുന്നതനുസരിച്ച്, ആ ദൈവത്തിൻ്റെ ഹിതങ്ങൾ അറിയുന്നതിനനുസരിച്ച്, നിങ്ങൾ വചനം പഠിച്ചു വരുന്നതിനനുസരിച്ച് സ്നേഹം കയറാൻ തുടങ്ങും. ദൈവസ്നേഹം വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു സ്നേഹം നിങ്ങളിൽ വരും. ദൈവത്തോട് എൻ്റെ എല്ലാമാണ്, എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിനെ ഞാൻ ആയിട്ടിങ്ങനെ പരിശുദ്ധാത്മാവെന്ന വിഷയം നിങ്ങൾ കേട്ട് നോക്കൂ. ഒരുമാതിരി നിങ്ങൾക്ക് അതിൻ്റെ ഒരുമാതിരി എൻ്റെ ഒരു അനുഭവത്തിലുള്ള പറഞ്ഞേക്കുന്നതാണ്. എൻ്റെ ഒരു അറിവ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അത്രയോ ആഴമാണ് പരിശുദ്ധാത്മാവ്, അല്ലേ? എത്രയോ ആഴമാണ്. എൻ്റെ ബേസിക് നോളജാണ് ഞാനത് കർത്താവ് തന്നിരിക്കുന്ന ബോധ്യമാണ് ഞാൻ ആ പ്രസംഗത്തിൽ ഇട്ടേക്കുന്നത്. അത്രയാണെന്ന് വിചാരിക്കല്ലേ. അത്രയും നല്ല കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് മാത്രമാണത്. വലിയ സ്നേഹമാണ് കർത്താവിന്. അപ്പം നിങ്ങൾ ദൈവമേ നീ കർത്താവേ നീ ദൈവമാണ് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ദൈവസ്നേഹം വരും. ദൈവസ്നേഹം വന്നിട്ട് കർത്താവ് നിനക്ക് വേദനിച്ചോ? അങ്ങനെയാവും. മനസ്സിലായോ? നിങ്ങളൊരാളോട് മോശമായിട്ട് ഇങ്ങനെ പെരുമാറി ദേഷ്യപ്പെട്ടു, തിരിഞ്ഞ് നടക്കുമ്പോൾ കർത്താവ് നിനക്ക് നൊന്തോ? കർത്താവ് എവിടെ ഇരിക്കുന്നു? കർത്താവ് എവിടെ ഇരിക്കുന്നത്? നിങ്ങളെ എവിടെ ഇരിക്കുന്നത്? ഇവിടെ. നീ നാക്കെടുത്ത് ഷൗട്ട് ചെയ്തപ്പോൾ ഇവിടെ നൊന്തു. കർത്താവ് നിനക്ക് നൊന്തോ? ഇങ്ങനെ ചാടി തിമിർത്തിട്ട് 2 കൊടുത്ത്, മനസ്സിലായോ? കിട്ടേണ്ട തന്നെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ജയിച്ചു, ഇവിടെ തോറ്റ്. കർത്താവിന് നൊന്തോ? ദൈവസ്നേഹമുള്ള ഒരാൾ ഉടൻ ഇവിടെ നോക്കും. കർത്താവേ നിനക്ക് നൊന്തോ? സ്നേഹം നിനക്ക് പെയിനായല്ലേ, നിനക്ക് സങ്കടമായല്ലേ എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് വരും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ അങ്ങനെ? കർത്താവ് നിനക്ക് നൊന്തോ? അങ്ങനെ വന്നിട്ടില്ലേ? അതിനർത്ഥം നിങ്ങൾ കർത്താവിനെ കണ്ടിട്ടില്ല. ബെറിയോനാ ശിമോനെ, ജഡരക്തങ്ങളല്ല സർവശക്തനായ ദൈവം നിനക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് മനസ്സിലായി. നിങ്ങളുടെ അകക്കണ്ണ് തുറക്കുമ്പോൾ ഇത് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അകക്കണ്ണ് തുറക്കണ്ടേ? തുറന്നില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും നമ്മൾ? യഥാർത്ഥ ക്രിസ്ത്യാനിയാവാൻ പറ്റില്ല. എന്നും ലോകത്തെ നോക്കി പേടി. അപ്പോൾ ദൈവഭയം വരും. നിങ്ങൾ കർത്താവിനെ അറിയുമ്പോൾ നിങ്ങൾക്ക് ദൈവഭയം വരും, നിങ്ങൾക്ക് ദൈവസ്നേഹം വരും. 3, നിങ്ങൾക്ക് വിശ്വാസം വരും. മനസ്സിലായോ? വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ ക്രിസ്തു എന്ന്, നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. അത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അത് റെവലേഷനാണ്, അത് അകക്കണ്ണ് തുറക്കുന്നൊരു കിട്ടിയതാണ്. അങ്ങനൊരു മനുഷ്യനായിരുന്നു പത്രോസ്. അതുകൊണ്ട് പത്രോസ് മറുരൂപമാമയുടെ അത്ഭുത കാഴ്ചയും കണ്ടു. അകക്കണ്ണ് തുറന്നവന് റെവലേഷൻ കിട്ടി. അപ്പോൾ ആ റെവലേഷൻ്റെ 3 തലങ്ങളാണ് ഞാൻ പറഞ്ഞത്. കർത്താവെന്ന് നിങ്ങൾ ദൈവത്തെ നിങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവഭയം വരും, ദൈവസ്നേഹം വരും. 3, വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സംശയമില്ല. എൻ്റെ ദൈവം നല്ലവൻ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് ദോഷം ചെയ്യില്ല, എൻ്റെ കർത്താവ് എന്നെ നശിപ്പിക്കില്ല, എൻ്റെ കർത്താവ് എന്നെ മാനിക്കും, എൻ്റെ കർത്താവ് എന്നെ സംരക്ഷിക്കും, എൻ്റെ അപ്പൻ എന്നെ ചതിക്കുന്ന ദൈവമല്ല. ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഭൂമി മാറിപ്പോയാലും, ലോകം മുഴുവൻ ഇളകി മറിഞ്ഞാലും, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയാലും, തകർക്കപ്പെട്ടാലും, തകർന്ന് തരിപ്പണമായാലും, അവസാനത്തെ ശ്വാസം വലിക്കാൻ കിടന്നാലും പറയും എൻ്റെ ദൈവം എനിക്ക് ദോഷം ചെയ്യില്ല. വിശ്വാസം. ഒരിടവും ഇളകില്ല. നീ ഇനി ആരിളക്കിയാലും ഇളകില്ല, ആരാടിത്തിമിർത്താലും നീ അനങ്ങില്ല. എൻ്റെ ദൈവം എനിക്ക് നല്ലവൻ, ആ ദൈവം എനിക്ക് ഒരു ദോഷവും ചെയ്യില്ല. മനസ്സിലാവുന്നതൊക്കെ? നിങ്ങളുടെ പണം പോയാലും,
നിങ്ങളുടെ മക്കൾ ഇറങ്ങിപ്പോയാലും, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കളഞ്ഞിട്ട് പോയാലും, ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയാലും, ഈ സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്ദിച്ചാലും പരിഹസിച്ചാലും, യോസെഫിനെ എടുത്ത് പൊട്ടക്കിടത്തിയിട്ടപ്പോഴും ഒന്നും പറഞ്ഞില്ല, വിറ്റപ്പോഴും ഒന്നും പറഞ്ഞില്ല, വ്യഭിചാരി എന്ന് കള്ളം പറഞ്ഞപ്പോഴും ഒന്നും പറഞ്ഞില്ല, ജയിലിലിട്ടപ്പോഴും ഒന്നും മിണ്ടിയില്ല. എൻ്റെ ദൈവം നല്ലവൻ, എൻ്റെ ദൈവം നല്ലവൻ, ഒന്നും വരില്ല, അവൻ എനിക്ക് നന്മ മാത്രം ചെയ്യും. സംഭവിച്ചു, കൊട്ടാരത്തിൽ കയറി. വിശ്വാസം മനസ്സിലായോ? അത് ഇവിടം തുറന്നാലേ ഇത് വരും, ഇല്ലെങ്കിൽ പറയാൻ കൊള്ളാം. വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തൊരു ദൈവം, എന്തോ ദൈവം, എത്രയോ പ്രാർത്ഥിച്ചു കിട്ടിയില്ലല്ലോ, തന്നില്ലല്ലോ, എന്തോ ദൈവം. മനസ്സിലായോ? ഒന്നും തന്നില്ലേലും. അതാണ് വിശ്വാസം. ഈ വിശ്വാസത്തിന് അണ്ടർസ്റ്റാൻഡിങ് തെറ്റിപ്പോകുന്നതാണ് നമുക്ക്. നമ്മളേതെങ്കിലും ഒരു കടഭാരം വെച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തരും ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് പണം തരും ഞാൻ വിശ്വസിക്കുന്നു, കടം മാറ്റും ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം ദോഷം ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണം തരാതെ എന്താ കുഴപ്പം? കടം മാറുന്നില്ല, എന്താ കുഴപ്പം? നിങ്ങൾ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ജീവിക്കണേ. മാസം 10,000 രൂപ വരുമാനമുള്ളൂ, ബാധ്യതയും ഉണ്ട്, എല്ലാം കൂടെ നല്ലതായിട്ട് ആഹാരം കഴിക്കാൻ പറ്റണില്ല, നല്ല വസ്ത്രം വാങ്ങാൻ പറ്റുന്നില്ല, കഷ്ടപ്പെട്ട് തള്ളി ഉന്തി പോവാണ്. അങ്ങനെ പോന്ന് ഈ സുവിശേഷം ബുദ്ധിമുട്ടാണല്ലേ. അങ്ങനെ പോ, ഒറ്റ വാക്കേ പറയാം, എൻ്റെ ദൈവം എനിക്ക് ദോഷം ചെയ്യില്ല. നീ കടഭാരത്തിൽ കയറി നീങ്ങി 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 പോകുമ്പോഴും പറയും, അപ്പാ നീ എനിക്കൊരു ദോഷവും ചെയ്യില്ല. നീ താഴുമ്പോഴും പറയും, നീ എനിക്കൊരു ദോഷവും ചെയ്യില്ല. വിശ്വാസം എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അല്ലാതെ അതിപ്പോൾ മാറും അത് മാറും എന്നുള്ളതല്ല. അത് മാറാതിരിക്കുക ചേട്ടാ, അപ്പം നീ ഉണ്ടല്ലോ. സ്ട്രാറ്റജി മാറി പിടിക്കൂ. മനസ്സിലായോ? ടൈം സ്ട്രാറ്റജി മാറ്റൂ. ഇവിടെ എൻ്റെ കർത്താവുള്ളിടത്തോളം കാലം ഞാനൊന്നിനെക്കുറിച്ച് പറയിടല്ല, ഈ ലോകത്തിനൊന്നിനെക്കുറിച്ച് ഞാൻ പറയിടല്ല. അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അത് കിട്ടിയില്ല. നോ, നിന്നെ മതി, നീ മാത്രം മതി. മനസ്സിലായോ? ആ കർത്താവിനെ ചങ്കോട് ചേർക്കാനുള്ള വിവേകമുണ്ടാക്കൂ നീ. യോബ് പറയും പോലെ ദേഹരഹിതനായി ദൈവത്തെ കാണും. ശരീരത്തെ ഓർത്താ നീ ഭാരപ്പെടുന്നേ? രോഗത്തെ ഓർത്ത് ഭാരപ്പെടുന്നു? പോട്ടെന്ന്, ആ രോഗം വന്ന് അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെന്ന്. ആ രോഗം, നിങ്ങളുടെ വിശ്വാസം രോഗം മാറ്റുന്നു, ദൈവം രോഗം മാറ്റുന്നു, അവസാനം രോഗം മാറില്ല. ദൈവമേ, എൻ്റെ വിശ്വാസം പോവില്ലേ? പോകും. അങ്ങനല്ല പിടിക്കേണ്ടത്. ഉണ്ടായാലും ഇല്ലേലും നീ വിശ്വസ്തൻ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഇത് പോവും. മനസ്സിലാവുന്നോ? ഇവിടത്തെ ഈ കണ്ണ് മാറ്റണം. മനസ്സിലായോ? നടുവേദനയാണ് കർത്താവേ, നടുവേദനയാണ് കർത്താവേ, സൗഖ്യമാക്കണേ കർത്താവേ, സൗഖ്യമാക്കണേ കർത്താവേ, സൗഖ്യമാക്കണേ കർത്താവ്, സൗഖ്യമാക്കും. മനസ്സിലായി? ഇത് വിട്ട് ഇങ്ങോട്ട്, മനസ്സിലായോ? നടുവേദന ഇരിക്കട്ടെ, കർത്താവേ നീ ഉണ്ടല്ലോ. മൊണ്ടി ഇറങ്ങി പോണ ഞാനെത്രയോ വർഷം മുടന്തി പ്രസംഗിക്കുന്നത് കെട്ടിവെച്ചിട്ട്, ഇങ്ങനെ കെട്ടിവെച്ചിട്ട് മണിക്കൂറുകൾ പെയിനോടെ നിൽക്കും. അപ്പോഴും മനസ്സിലൊരു വിശ്വാസമുള്ള കർത്താവ് ദോഷം ചെയ്യില്ല. ഇതൊക്കെ മാറിയിട്ട് പ്രസംഗിക്കാം. ഒരിക്കൽ പോലും അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൃപ. അത് മാറാതിരിക്കുകയോ. ദൈവം നല്ലവൻ, ദോഷം ചെയ്യില്ല, ഒരു ദോഷവും ചെയ്യില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു ഒരിക്കലും ഇത് മാറാൻ പോണില്ല, എനിക്ക് വന്നിട്ടുള്ള പ്രോബ്ലം ഒരിക്കലും മാറില്ല, അതുകൊണ്ട് സർജറി ചെയ്താൽ കുറച്ചൊരു അതും ഗ്യാരണ്ടി ഇല്ല, പാടാണ്, അതുകൊണ്ട് അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, ഇത്ര മണിക്കൂർ നിൽക്കരുത്. ഞാൻ നിൽക്കണ വെച്ച് നോക്കുകയാണെങ്കിൽ, അവർ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നിൽക്കാനേ പറ്റില്ല. ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് സ്ട്രെയിൻ ആവും, നീര് കെട്ടും, അത് അങ്ങനെയുള്ള പ്രശ്നമാണ്. ഇതൊന്നും ആപ്ലിക്കബിളായില്ല. ഇവർ പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. ദൈവം പറഞ്ഞതേ നടന്നിട്ടുള്ളൂ. അവൻ ഇന്നും നിർത്തുന്നു, ഇന്നും ഒരു ബുദ്ധിമുട്ടില്ല നടത്തുന്നു, അത്ഭുതകരമായി നടത്തുന്നു. എൻ്റെ ദൈവം ദോഷം ചെയ്യില്ല. അതിനുവേണ്ടി ഞാൻ ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല, മണിക്കൂറിരുന്ന് സൗഖ്യത്തിന് വേണ്ടി മല്ല് പിടിച്ചിട്ടുമില്ല.
ദൈവം ദോഷം ചെയ്യില്ല. അവൻ എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ അവിടെ എത്തിയിരിക്കും. അതിനെ ആര് തൊട്ടാലും എത്തും, ആരടിച്ചാലും എത്തും. മനസ്സിലായോ? നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ നോക്കേണ്ട ദൈവത്തിലേക്ക് മാത്രമാണ്. വിശ്വാസം. എൻ്റെ ദൈവം. പത്രോസ് പറയുന്നു, നീ ക്രിസ്തുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എപ്പോഴാണോ നീ ദൈവത്തെ തൊട്ടറിയുന്നത്, അന്ന് നിനക്ക് ഭയം പോകും. ദൈവഭയത്തിലേക്ക് വരും, ലോകഭയം പോകും. അപ്പോൾ നിനക്ക് ദൈവസ്നേഹത്തിലേക്ക്, ലോകത്തോടുള്ള ആർത്തി പോകും. അപ്പോൾ നിനക്ക് ദൈവത്തിൽ വിശ്വാസം വരും, ഇവിടെയുള്ള പേടിയിലെല്ലാം പോകും. ക്രിസ്തു. മറ്റൊരു ഭാഗത്തേക്ക് വേഗത്തിൽ പോയി നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ ഭാഗം. ലൂക്കോസ് വിശേഷം 22-ാം അധ്യായം. ലൂക്കോസ് വിശേഷം 22-ാം അധ്യായം അതിൻ്റെ 33-34 വചനങ്ങൾ. പത്രോസ് എന്തോ മൈക്കിന് കുഴപ്പം? സഹോദര മൈക്ക് ശരിയാക്കൂ. ഇടയിൽ ഡിസ്റ്റർബൻസ് വരുന്നു, വരാൻ നോക്കണേ. ലൂക്കോസ് വിശേഷം 22-ാം അധ്യായം 33-34 വചനങ്ങൾ. അവനവനോട്, കർത്താവേ, ഞാൻ നിന്നോട് കൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പത്രോസ് പറയുന്നുണ്ടോ? മറ്റുള്ളവർ എല്ലാവരും പറയുന്നതിനേക്കാൾ ആവേശത്തോടെ പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. സ്നേഹം കൊണ്ട് പറയാണ്. അതിനർത്ഥം നിങ്ങൾക്ക് ദൈവത്തോട് ആഴമായ ഒരു സ്നേഹം, ഇൻറ്റിമസി ഉള്ളവർക്ക് മാത്രമേ അകക്കണ്ണ് തുറക്കൂ. ദൈവത്തോട് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനകത്താണ് അകക്കണ്ണ് തുറക്കപ്പെടുന്നത്. ആ റിലേഷനിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അകക്കണ്ണ് തുറക്കപ്പെടും. എക്സെപ്ഷണൽ കേസസ് ഉണ്ടില്ലെന്ന് പറയുന്നില്ല. കാരണം അകക്കണ്ണ് തുറന്ന് തന്നെ അവരെ സ്നേഹത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ദൈവമുണ്ട്. അതിന് പല കാരണങ്ങൾക്കാണ് അവരുടെ ജീവിതത്തിനെക്കുറിച്ച്. ദൈവത്തിന് അത് അങ്ങനെ ഒരു നീതി വെളിപ്പെടുത്താനായിട്ട് പല റീസൺസ്. ചില പെയിൻഫുൾ എക്സ്പീരിയൻസിലൂടെ ചിലരെ കൊണ്ടുപോയിട്ട് അവരെ സഹനത്തിനൊടുവിൽ ഗിഫ്റ്റായിട്ട് കണ്ണ് തുറന്നു തരും ദൈവം. അത്ഭുതങ്ങൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ നോർമൽ കേസിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ദർശനത്തിലെത്തുന്നത് ദൈവമുടെ ഇൻറ്റിമസിയിലാണ്, സ്നേഹബന്ധത്തിലാണ്. നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുത്തിരിക്കുന്നു, വേറെ ആർക്കും കൊടുക്കാത്തൊരു സ്നേഹം. പത്രോസ് പറയുന്നു, നിനക്ക് വേണ്ടി മരിക്കുവാനും ഞാൻ തയ്യാറാണെന്ന് പറയുന്നു. ആ വാക്ക് വെറും വാക്കൊന്നുമല്ല, സത്യമാണത്. പക്ഷെ അതൊരു പ്രശ്നം വന്നപ്പോൾ നിൽക്കാൻ പറ്റിയില്ല, അല്ലേ? നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. എല്ലാം വായിക്കുന്നില്ല. അത് 60-ാം വചനത്തിലെത്തുമ്പോൾ, മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴി കൂവുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. സ്നേഹം, ഇൻറ്റിമസി, സ്നേഹം. കർത്താവേ, നിന്നോട് ഞാൻ തെറ്റ് ചെയ്തല്ലോ. ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ ആഴമായി സ്നേഹത്തിൽ പറഞ്ഞു, ഞാൻ മരിക്കാൻ നിനക്ക് വേണ്ടി തയ്യാറാണ്. പക്ഷേ കർത്താവിനെ പിടിച്ചുകൊണ്ട് പോവാണ്. പരിഹസിച്ച് നിന്ദിച്ചും പിലാത്തോസിൻ്റെ അരമനയ്ക്കകത്ത് കൊണ്ടുപോകുമ്പോൾ വെളിയിൽ നിന്നിങ്ങനെ അകലം വിട്ട് പത്രോസ് നടക്കുകയാണ്. എൻ്റെ കർത്താവിന് എന്ത് പറ്റും, എന്ത് പറ്റും? പെട്ടെന്ന് പിടിച്ചെടുത്ത്, നീ യേശുവിൻ്റെ കൂടെ ഉള്ളല്ലേ? അയ്യോ, ഞാനല്ല. ശരിയോ? ആ ഉൾഭയത്തിൽ നിന്ന് പറഞ്ഞു പറഞ്ഞു, ഞാൻ അറിയുന്നില്ല അവനെ. ഞാൻ 3 വട്ടം പറഞ്ഞു, അറിയുന്നില്ല. ഉടനെ കർത്താവ് തിരിഞ്ഞെന്നിങ്ങനെ നോക്കി. ആ നോട്ടം മനസ്സിലാകുന്നോ? കർത്താവിൻ്റെ ആ നോട്ടം തുളച്ചു കയറി അകത്തേക്ക്. എന്തുകൊണ്ട്? ഹൃദയം കൊടുത്തവൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ കർത്താവ് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞു പോകും. സ്നേഹം. നമ്മളൊരു പാപം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ദൈവത്തെ ഓർക്കാതെയായിരിക്കും പാപം ചെയ്യുന്നത്. പത്രോസ് അങ്ങനെ സംഭവിച്ചത്. നീ അല്ലേ? അല്ല എന്നങ്ങ് പറഞ്ഞു. കർത്താവിന് ഓർത്തില്ല. നേരത്തെ പറഞ്ഞു. നമ്മളിങ്ങനെയല്ലേ, നമ്മളിപ്പോൾ യാത്ര ചെയ്യും, നിങ്ങൾ ഓഫീസിൽ പോകുന്നു, അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും ചോദിക്കും, നമ്മൾ പെട്ടെന്ന് ഒരു കള്ളം അങ്ങ് പറയുന്നു. അല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മളൊന്നും ഓർക്കാതെ പെട്ടെന്ന് ആ സമയത്ത് രക്ഷപ്പെടലിന് വേണ്ടിയിട്ട് നമ്മൾ കള്ളം പറഞ്ഞു. തിരിഞ്ഞ് നടക്കുമ്പോഴാണ് കർത്താവ് ഇങ്ങനെ ഓർമ്മപ്പെടുന്നത്. കള്ളമല്ലേ? അയ്യോ, സങ്കടം. കർത്താവ് നിന്നോട് പാപം ചെയ്തു. പേടിയല്ല, സങ്കടം. എന്തുകൊണ്ട്? കർത്താവിനോട് ചേർന്ന് ഞാൻ നടന്നതായിരുന്നു, എന്നാലും നിന്നെ ഞാൻ വേദനിപ്പിച്ചല്ലോ. പത്രോസ് അതിദുഃഖത്തോടെ പുറത്തു പോയി കരഞ്ഞു. കരയാറുണ്ടോ നിങ്ങൾ? ഒരു തെറ്റ് ചെയ്തിട്ട്, ഒരു പാപം ചെയ്ത് നിങ്ങൾ കരയോ? ഒരു തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, നിങ്ങൾക്ക് ഇൻറ്റിമസി ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി മുട്ടുകുത്തി കരയണം. 51-ാം സങ്കീർത്തനം എടുത്ത് വായിച്ചിട്ട് അപ്പാ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കരയണം. 32-ാം സങ്കീർത്തനം എടുത്ത് വായിച്ചിട്ട് അപ്പാ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കരയണം. അത്രയും സമയം കൊടുക്കണം. ഒരു തെറ്റിന് അത്രയും വിലയെങ്കിലും കൊടുക്ക്. കർത്താവിനെ വേദനിപ്പിച്ച് എൻ്റെ പാപം ക്ഷമിക്കണേ കർത്താവേ. സ്നേഹമില്ല. കർത്താവിന് നൊന്തു എന്നതിനെ പറ്റി ഒരു പിടിയില്ല. ഈ നോട്ടം മനസ്സിലാവുന്നോ? ആ നോട്ടം ഉള്ളിൽ തട്ടി സ്നേഹിച്ച പത്രോസിന് ഫീൽ ചെയ്തു. കർത്താവിൻ്റെ നോട്ടം ഫീൽ ചെയ്തു.
അല്ലേ? നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ചില സങ്കടകരമായ നോട്ടം നമുക്ക് നോവില്ലേ? പത്രോസിന് കർത്താവിൻ്റെ നോട്ടം ഫീൽ ചെയ്തു, ഒന്നു പോയി കരഞ്ഞു. സ്നേഹം, ഈ സ്നേഹം വരുന്ന ഒരാളുടെ അകക്കണ്ണ് തുറക്കും. അയാൾക്ക് മറുഭാവമല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. സ്വർഗത്തിൽ ദൈവത്തെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞ പത്രോസിൽ നിന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്തുള്ള വാചകം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അവിടെ പത്രോസ് എന്തൊക്കെ? ഒന്ന്, നിത്യജീവൻ ഞാൻ പറഞ്ഞു. 2, നിങ്ങൾ യേശുവിനെ, നിങ്ങൾ ദൈവത്തെ തിരിച്ചറിയണം, കഥ മനസ്സിലാക്കണം. 3, ദൈവവുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വരണം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. പാടിക്കേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ആരാധന ആരാധന. അങ്ങ് പോലെ സ്നേഹിച്ചിടാൻ ആഗ്രഹിച്ച് പാടിക്കുക. ആവതില്ല ആർക്കുമേ അങ്ങ് പോലെ സ്നേഹിച്ചിടാൻ, ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു. ആരാധന പാടിക്കേ. ആരാധന 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 ആരാധന. സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ വരണം. മനസ്സിലായോ? കർത്താവിനേക്കാൾ സ്നേഹിപ്പാൻ ആരുമില്ലെന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക് നമ്മുടെ ഉള്ളങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കണ്ണ് തുറക്കും. നിങ്ങൾ ഈ ലോകത്തിലെ കാഴ്ചയല്ല, സ്വർഗീയ കാഴ്ചകൾ കാണാൻ തുടങ്ങും. 2 കാര്യങ്ങൾ ചേർത്ത് യോഹന്നാനും യാക്കോബും കൂടി ചേർത്ത് പറഞ്ഞ് നമുക്ക് നിർത്താം. മത്തായി സുവിശേഷം 4 പത്രോസിൽ നിങ്ങൾ പഠിച്ചല്ലോ, കണ്ണ് തുറക്കുന്ന ഏതൊക്കെ മേഖലയിലൂടെയാണെന്ന്. അടുത്ത യോഹന്നാൻ യാക്കോബിൽ നോക്കാം. മത്തായി സുവിശേഷം 4 അധ്യായം 21-22 വചനങ്ങൾ. മത്തായി 4:21-22. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. കണ്ടോ? ഇവരെല്ലാം ഇതേ ക്വാളിറ്റി കാണാൻ പറ്റും. സെയിമാണ്, ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നുള്ളൂ. എന്താണ് സംഭവിക്കുന്നത്? യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാർ, യേശു പറഞ്ഞു എന്നെ അനുഗമിക്കൂ എന്ന് പറയുമ്പോൾ അനുഗമിക്കുന്നുണ്ട്. പക്ഷേ യാക്കോബിനും യോഹന്നാനും ഉണ്ടായ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ധനാഢ്യരായിരുന്നു. ഓക്കെ, അവർ ധനാഢ്യരായിരുന്നു. സ്വന്തമായിട്ട് ബോട്ടും വലയുമുള്ള 2 പേർ. അതാണ് ഇവിടെ പ്രത്യേകത. നിങ്ങൾ മറ്റു ശിഷ്യന്മാരെ നോക്കിയാൽ വല വീശുന്നത് കാണാം. പത്രോസ് വല വീശുകയായിരുന്നു, മീൻ പിടിക്കുകയായിരുന്നു. ബോട്ട് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നിങ്ങൾ കടപ്പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മീനൊക്കെ പിടിക്കുന്ന ആൾക്കാരുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ ബോട്ടുള്ളവർ മുതലാളിമാരാണ്, അല്ലേ? അവരുടെ ബോട്ട് അവർ വാടകയ്ക്ക് കൊടുക്കും. ചിലപ്പോൾ 1 ബോട്ട് കാണും, ചിലപ്പോൾ 2 ബോട്ട് കാണും. പക്ഷേ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് ബോട്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ധനാഢ്യരായ ഒരു കുടുംബത്തിൽപ്പെട്ട, ധനമുള്ള, സ്വന്തമായിട്ട് ആ കാലഘട്ടത്തിൽ സ്വന്തമായി ബോട്ടുള്ള ഒരു കുടുംബമാണ് യാക്കോബിൻ്റെ യോഹന്നാൻ്റെ സെബദിയുടെ കുടുംബം.
അങ്ങനെയുള്ള ആ കുടുംബത്തെ ഇവർ രണ്ടുപേരെയും പത്രോസിനെ വിളിച്ചു, വല വിട്ട് പത്രോസ് അനുഗമിക്കുന്നു. ഇവർ അപ്പനെയും വള്ളവും ബോട്ടും വലയും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. മനസ്സിലായോ? അകക്കണ്ണ് എന്തേ തുറന്നു? ലോകത്തിൻ്റെ ആഗ്രഹങ്ങളെ, പണത്തെ, പ്രതാപത്തെ, കുടുംബത്തെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ നടന്നു പോയി. അവർ ദൈവത്തെ കാണും. എത്രമാത്രം നിനക്ക് ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളെ വെടിയാൻ പറ്റുമോ? എത്രമാത്രം ലോകത്തിൻ്റെ കാഴ്ചകൾ വെടിയാൻ പറ്റുമോ? എത്രമാത്രം മൊബൈൽ ഫോൺ വെടിയാൻ പറ്റുമോ? ലോക കാഴ്ച, ഫേസ്ബുക്ക് അടയ്ക്കാൻ പറ്റില്ല. അത് കണ്ടില്ലെങ്കിൽ മരിച്ചു പോകും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പണ്ട്. അതൊക്കെ ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? കർത്താവ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അയ്യോ അതില്ലാതെ എങ്ങനെയാണ് കാര്യങ്ങൾ അറിയുക? കൂട്ടുകാരെ പറ്റി അറിയുക, നാട്ടുകാരെ പറ്റി അറിയുക, വാർത്തകൾ അറിയുക. ഇതില്ലാതെ എങ്ങനെ ശരിയാവും? ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. മരിച്ചു. അങ്ങനെയാണ് പേടി. കർത്താവ് പറയുന്നു, എനിക്ക് സമയം തരാൻ, എന്നോട് പറയാം, എനിക്ക് സമയം തരാൻ ഇതടയ്ക്കൂ. അടച്ചപ്പോൾ കണ്ണ് തുറന്നു. മനസ്സിലായി? ഇത്രയും നാൾ ഈ കണ്ണ് വെച്ച് കണ്ടിരുന്നു. നിങ്ങൾ കാഴ്ച കാണും, ഇത് കണ്ടുകൊണ്ടിരുന്ന ഉറക്കത്തിൽ ഇതൊക്കെ ഇങ്ങനെ കയറി വരും. അത് വിഷനാണെന്ന് പറയരുത്. കണ്ടിട്ട് ഫേസ്ബുക്ക് കണ്ടുകൊണ്ട് കുറേ വിഷം കിട്ടി, തെറ്റിദ്ധരിക്കല്ലേ? മനസ്സിലായോ? ഫേസ്ബുക്കും കണ്ടുകൊണ്ട് കിടന്നാൽ നിങ്ങൾ കാണുന്ന വിഷനല്ല, നിങ്ങളെ ഈ സാധനത്തിനകത്തുള്ളതും നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതുമായ സാധനം സ്വപ്നങ്ങളായിട്ട് കയറി വരുന്നതാണ്. മനസ്സിലായി? അത് ബാധയാണ്, ബാധ. ഫേസ്ബുക്കിൽ കിടന്ന ബാധ, അത് സ്പിരിറ്റ്, ഈവിൾ സാധനങ്ങൾ നിങ്ങളെ വിളിച്ചകത്ത് കയറ്റിയവർ അകത്തിരുന്നിട്ട് എഴുന്നേറ്റ് നിങ്ങൾ കാണിച്ചു തരാൻ രാത്രി സ്വപ്നത്തിൽ. അത് ദൈവം തരുന്നൊന്നുമല്ല. അപ്പോൾ കർത്താവ് പറയാണ്, നീ ഫേസ്ബുക്ക് ഉപേക്ഷിക്കൂ. ഈ സുവിശേഷം അത്ര നല്ലതല്ല. പൊക്കോളൂ. അകക്കണ്ണ് തുറക്കണോ? ആത്മക്കണ്ണ് തുറക്കണോ? ജഡത്തിൻ്റെ കണ്ണ് തുറന്നിരിക്കണോ? അകക്കണ്ണ് തുറക്കുന്നവന് ഈ കണ്ണടച്ചേ പറ്റൂ. ഈ കണ്ണിൻ്റെ മോഹങ്ങൾ വിട്ടേ പറ്റൂ. വള്ളവും വലയും അപ്പനെയും, ഈ ലോകത്തിൻ്റെ മോഹം, ഈ ലോകത്തിൻ്റെ മോഹം, ഈ ലോകത്തിൻ്റെ ഇഷ്ടം, ഈ ലോകത്തിൻ്റെ പ്രതാപം, ഈ ലോകത്തിൻ്റെ കാഴ്ച. സിനിമ കണ്ടില്ലേൽ പറ്റില്ല. ഞാനങ്ങനെയായിരുന്നു. അവിടെയും എന്നെ കർത്താവ് തൊട്ടു. സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. കർത്താവ് പറയുന്നു, ഈ കണ്ണ്, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ക്ലീൻ ചെയ്യാൻ പറയുന്നു. ക്ലീനിങ് പ്രോസസ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. കാരണം കണ്ടുകൂട്ടിയ സാധനങ്ങൾ ഒരുപാടാണ്. ഇതെല്ലാം ഇവിടെ കൂടെ കയറി ഇവിടെ കിടക്കാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം ശുദ്ധീകരിക്കാൻ കർത്താവ് പറയുകയാണ്. വർഷങ്ങൾ കൊണ്ട് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ സത്യം. കയറിപ്പോയവർ, ഇവർ കയറി വരില്ലെങ്കിൽ മനസ്സിലായോ? നിങ്ങൾക്ക് അകക്കണ്ണ് കിട്ടില്ല. നിങ്ങൾ സ്വപ്നമെന്ന് പറഞ്ഞ് ഇവർ തന്നുകൊണ്ടിരിക്കും. കാരണം ഇവിടെ കിടക്കാണ് സാധനം. നിങ്ങൾ ഓല് തോർത്ത് നോക്കിയേ, നിങ്ങൾ കണ്ട സാധനം അകത്ത് കിടക്കല്ലേ? ഒരു ചെറിയ ശബ്ദം എവിടെയെങ്കിലും കേട്ടാൽ ഓർമ്മ വരില്ലേ? ഓർമ്മ വരുന്നു. അപ്പോൾ അകത്ത് കിടക്കാണ് ഈ സാധനങ്ങളെല്ലാം. ഏതെങ്കിലും ഒരു സിനിമയുടെ ഒരു ഡയലോഗ്, മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് കേട്ടാൽ ഇന്ന സിനിമയല്ലേ പറയില്ലേ? അല്ലേ പറയില്ലേ? സുഖമായിട്ട് പറയും. അത്ര ഉറച്ച് കിടക്കാണ്. ഒരു പാട്ട് കേട്ടാൽ അത് ഇന്ന സിനിമയിലെ പാട്ട്, ആ സീൻ ഉൾപ്പെടെ ഇങ്ങനെ ഓടി വരും. ഇതാണ് ആ സാധനം. അകത്തുറച്ചു പോയി. എവിടെ ഇട്ട് തുറക്കാനാണ്? തുറന്നാൽ ഇതല്ലേ വരൂ? ശുദ്ധീകരിക്കപ്പെടണം. ലോകത്തിൻ്റെ കാഴ്ച അടയ്ക്കാത്ത ഒരാൾക്ക് എങ്ങനെ അകക്കണ്ണ് തുറക്കപ്പെടും? നിങ്ങൾക്ക് ലോകം വേണോ സ്വർഗം വേണോ? ഈ സുവിശേഷം പ്രയാസമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും പോയിക്കൊള്ളാൻ മനസ്സില്ലേ? ലോകത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പിന്നാലെ പോകൂ. നിൻ്റെ പക്കൽ ജീവൻ്റെ വചനമുണ്ടല്ലോ. ഞാനെവിടെ പോകണം? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ കയ്യിലല്ലേ? നീ ക്രിസ്തുവല്ലേ, ദൈവമല്ലേ, ദൈവപുത്രനല്ലേ? വള്ളം വേണ്ട, വല വേണ്ട, അപ്പൻ വേണ്ട, എല്ലാം ഉപേക്ഷിച്ചവർ. യാക്കോബും യോഹന്നാനും സൗഭാഗ്യങ്ങൾ, ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ, കാഴ്ചകൾ അടച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, കേൾക്കുമ്പോൾ പ്രയാസം തോന്നാം. പക്ഷേ സുഖിപ്പിക്കാനായിട്ട് ഒരു വ്യവസ്ഥ ഇതിനകത്തില്ലാത്തതുകൊണ്ട് എനിക്ക് സുഖിപ്പിക്കാൻ പറ്റില്ല. അകക്കണ്ണ് തുറക്കണോ? നീ പുറമെയുള്ള കാഴ്ച അടയ്ക്കണം. അടച്ചേ പറ്റും, മസ്റ്റാണ്. ചിലതൊക്കെ നോക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിന് വ്യക്തമായി ദൈവസന്നിധി നിങ്ങൾ പറഞ്ഞിരിക്കണം. മനസ്സിലായോ? ഇപ്പോൾ വാട്സാപ്പ്
നമുക്ക് നോക്കാതിരിക്കാൻ പറ്റാത്ത കാരണം അതിനകത്ത് നമുക്ക് ഒരുപാട് നമുക്കുള്ള അപ്ഡേറ്റ്സ് വരുന്നുണ്ട് അല്ലേ. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാവട്ടെ, ഓഫീസിൽ ജോലി ചെയ്യുന്നവരാവട്ടെ, ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ന്യായമായി അതിനകത്തൊരു കാര്യമുണ്ട്, അത് അതിനു വേണ്ടി മാത്രം, അതിനു വേണ്ടി മാത്രം. അതിലപ്പുറം ഒരു സാധനം നിങ്ങൾ ഫോക്കസ് കൊടുക്കല്ലേ കണ്ണു വെച്ച്, എങ്കിൽ ഇതകത്തോട്ട് കയറും. ഞാൻ ഫേസ്ബുക്കിൽ ചിലപ്പോൾ എൻ്റെ മെസ്സേജ് ചിലതിങ്ങനെ അപ്ലോഡ് ചെയ്യും, റെയറായിട്ട് ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ഫേസ്ബുക്ക് തുറന്നിട്ടിങ്ങനെ എൻ്റെ പ്രസംഗം അവിടെ കിടക്കും, ഉണ്ടോ നോക്കണതാണ്. എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ ആക്കും. അപ്പോൾ കർത്താവ് പറയും ഓല്ലേ, പാവം കർത്താവ്. നമ്മളിങ്ങനെ അങ്ങനെ വേണ്ട, അതാണ് താഴോട്ട് പോവല്ലേ. നിൻ്റെ പ്രസംഗം കയറിയെന്ന് മനസ്സിലായാലല്ലേ, ഇറങ്ങിക്കോ. കാണേണ്ടൊരു കണ്ടോളൂ. ലൈക്ക് കിട്ടിയോ, കമൻറ്റ് വന്നോ, നോക്കണ്ട, കാണേണ്ട കണ്ടോളൂ. ഇതിൻ്റെ പ്രസംഗം ചിലപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ കാണും. അപ്പോൾ ഞാൻ 24 മണിക്കൂർ അതിനകത്താണെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല. ഇതാണ് സത്യം. ദൈവം എന്ത് അക്യുറേറ്റായിട്ട് പറയുന്നു മനസ്സിലായോ? നീ തൊട്ട് പൊക്കി ഇങ്ങനെ വിടുമ്പം അടിയെന്ന് പറഞ്ഞ സാധനം ഇവിടെ കൂടെ കയറിഞ്ഞ് പോരും. ഡേഞ്ചറായിരിക്കും അത്. സാത്താൻ വെച്ചേക്കുന്ന ട്രാപ്പാണ് അതിന് തൊട്ടടിയിലിരിക്കുന്ന സാധനം, മനസ്സിലായോ? ഡേഞ്ചറായിരിക്കും. ഏതെങ്കിലും സുന്ദരിയായ പെണ്ണിങ്ങനെ ഇങ്ങനെ ആടുന്നതായിരിക്കും. എൻ്റെ കണ്ണിൽ കയറൂലേ അത്? ഞാനെന്താ പുരുഷനല്ലേ? അത് കയറും, എൻ്റെ കണ്ണിൽ കയറും. സംശയം എന്തുവാ? അപ്പോൾ കർത്താവ് സ്നേഹമുള്ള തൊടല്ലേ, അടിയിൽ സാധനം വേറെയാണ്, നീ തൊടരുത്. സ്നേഹം, ഇൻറ്റിമസി, നോ ട്രാപ്പ് എല്ലാ സ്ഥലങ്ങളിലിരിക്കുന്നു. ഈ സാധനങ്ങൾ അടച്ചാലേ അകക്കണ്ണ് തുറക്കും. ഈവൻ നിങ്ങൾ എടുക്കുന്ന വാട്സാപ്പിൽ പോലും എനിക്ക് എത്രയോ തവണ കർത്താവ് അലർട്ട് തന്നിട്ടുണ്ടെന്ന് അറിയാമോ? കാരണം ഈ ഗ്രൂപ്പുകളില്ലേ, വാട്സപ്പ് ഗ്രൂപ്പ്, ഇഷ്ടംപോലെ ഗ്രൂപ്പ്, ഒരു 100 ഗ്രൂപ്പുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ കാണും. ഇതിങ്ങനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, മെസ്സേജിൽ വരുന്നതേ. അപ്പോൾ എനിക്ക് ഇതെല്ലാം എന്ത് ചെയ്ത് ഈ സൈലൻറ്റ് മോഡിലാക്കാനുള്ള സെറ്റപ്പ് ഇട്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ സൗണ്ട് കേൾക്കില്ല. കാരണം ഈ ഗ്രൂപ്പുകളിലുള്ള ഒരു മെസ്സേജും എനിക്ക് നോക്കാൻ പാടില്ല, കർത്താവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരുപാട് ഗ്രൂപ്പുകളാണ്, ഒരേ സാധനം തന്നെ എല്ലാ ഗ്രൂപ്പിലും വരും. അതൊന്നും എടുക്കാൻ വിടാം. പക്ഷേ നമ്മൾ പലപ്പോഴും കയറും, അതിനകത്ത് കയറിയിട്ട് ലിങ്ക് യൂട്യൂബ് ലിങ്കായിരിക്കും, അതിൽ തൊട്ട് ആ ലിങ്കിൽ പോയിട്ട് ആ യൂട്യൂബിൽ ആ വീഡിയോ കാണുമ്പോൾ അടിക്കൂടെ വേറെ പൊക്കും. പോയത് വാട്സാപ്പിലാണ്, ചെന്നത് യൂട്യൂബിലാണ്. ഫേസ്ബുക്കിൽ അതിനകത്ത് ലിങ്ക് ഇട്ടിരിക്കും, നല്ലൊരു സംഭവമായിരിക്കും ലിങ്ക് കിടക്കുന്നത്. ആ ലിങ്കിൽ തൊടും, ഫേസ്ബുക്കിൽ പിന്നെ ഇങ്ങനെ തട്ടും. ആപ്പാടെ വാട്സാപ്പിൽ വാർത്ത കേൾക്കാൻ പോയതാണ്, നമ്മൾ അപ്ഡേറ്റ്സ് കാണാൻ പോയതാണ്, സ്കൂളിലെ കാര്യം നോക്കാൻ പോയതാണ്, നേരെ അപ്പുറത്തെത്തി. ട്രാപ്പ്. ശരിയല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കൂ. ചതിക്കുഴികൾ എന്തുമാത്രം ചതിക്കുഴിക്കകത്ത് വീണ് പോയി നിങ്ങൾ. നമ്മുടെ കണ്ണ് കർത്താവിന് കൊടുക്കണമെങ്കിൽ സൂക്ഷിക്കണം. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം. കൈ കാലൊക്കെ സൂക്ഷിക്കണം, കണ്ണൊക്കെ സൂക്ഷിക്കണം, വീണ് പോകാതിരിക്കാൻ. ഈ ലോകത്തെ കളയണം, ഈ ലോകത്തിൻ്റെ മോഹം വേണ്ട എന്ന് വയ്ക്കണം, എല്ലാം ഉപേക്ഷിക്കും. അവർക്ക് കണ്ണ് തുറക്കും, ദൈവത്തെ കാണാനായിട്ട് പറ്റും. അതാണ് അവിടെ പറയുന്നത്. മറ്റു നോക്കിക്കേ, ലൂക്കോസ് സുവിശേഷം, ഇതുകൂടെ പറഞ്ഞു നിർത്താം. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 54 മുതൽ. ലൂക്കോസ് 9-ന്റെ അവിടെ ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 54 മുതലുള്ള വചനങ്ങൾക്കകത്ത് എങ്ങനെ പറയുന്നു? അത് അവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവെ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറക്കി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമെന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏതാത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. അവിടെ നോക്ക്, യാക്കോബും യോഹന്നാനും അവർ ഇടിമക്കളെന്നാണ് പറയുന്നത്. അവർ ഭയങ്കര ആവേശമുള്ളവരാണ്, ഇച്ചിരി ആവേശത്തോടെ കാര്യങ്ങൾ പറയുന്നവരാണ്. അപ്പോൾ അവർ കർത്താവുമായുള്ള ഇൻറ്റിമസിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കർത്താവുമായുള്ള ആഴമായ സ്നേഹത്തിൽ പറയുകയാണ് കാരണം കർത്താവിനെ നിരോധിച്ചു. അവർ ശമരിയ പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടെ കയറ്റിയില്ല, മോശമായിട്ട് അവർ പെരുമാറി. അപ്പോൾ കർത്താവിനോട് മോശമായിട്ട് പെരുമാറാൻ ഇവന്മാരാരടാ എന്ന് പറഞ്ഞു ചാടി ഇറങ്ങാണ്. മനസ്സിലായി? സ്നേഹമാണത്, വേറെ ആരും തൊട്ടില്ല അല്ലേ? നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളെ ആരെങ്കിലും തൊടുമ്പോൾ നമുക്കൊരു വേദന വരില്ലേ? അത് അത്രയും നമുക്ക് സ്നേഹമുള്ളതുണ്ടല്ലേ.
ഇവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊന്നും പ്രാപിച്ചിട്ടില്ല ഈ സമയത്ത്. സാധാരണ പച്ചയായ മനുഷ്യരാണ്. അപ്പോൾ തൻ്റെ പ്രിയനായ കർത്താവിനെ ഇവിടെ കയറ്റാത്ത ഇവന്മാരെ ശരിയായി കളയും. കർത്താവ് ആകാശം തീയിറക്കി ദഹിപ്പിച്ചളാ എന്ന് പറയാൻ. സ്നേഹമാണത്, സ്നേഹമാണ്. കർത്താവ് കാണുന്നുണ്ട് നമ്മളൊക്കെ സ്നേഹങ്ങൾ. മനസ്സിലായോ? ഒരു കർത്താവിന് വേണ്ടി തങ്കുറപ്പോടെ ജീവൻ പണയം വെച്ച് നിൽക്കാനുള്ള ഉറപ്പുണ്ടോ എന്നൊക്കെയാണ് കർത്താവ് നോക്കുന്നത്. അതുകൊണ്ടാണ് പൗലൂസിനെ പിടിച്ചിപ്പുറത്താക്കിയത്. പൗലൂസേ ശൗലായിരുന്ന സമയത്ത് ക്രിസ്ത്യാനികളെ പിടിച്ച് ഇഴച്ച് കൊന്ന് നശിപ്പിക്കുന്നിടത്ത മനുഷ്യനാണ്. ഇയാളെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കി ഇപ്പുറത്തിട്ട് ഈ എൻ്റെ ഗോൾ പോസ്റ്റിൽ ഇവിടെ കളിക്കൂ, കൊള്ളാം, മനസ്സിലായോ? നല്ല കളി, നീ അപ്പുറത്തെ ടീമിൽ കളിച്ചപ്പോൾ നന്നായിട്ട് കളിച്ചല്ലോ, നല്ല ആത്മാർത്ഥതയുള്ളവനാണ്, എൻ്റെ ടീമിൽ കളിക്കൂ. അപ്പുറത്തെടുത്തിട്ടു, നല്ല കളിച്ചു, മനസ്സിലായോ? ആ കളിക്കാരനാണ്, താല്പര്യമുണ്ട്, സമർപ്പണമുണ്ട്, മരിക്കാൻ തയ്യാറാണ്. അവൻ നിൽക്കുന്നിടത്ത് സ്നേഹമുണ്ട്, മനസ്സിലായോ? കർത്താവിന് എനിക്ക് വേണ്ടി മരിക്കും അവൻ. അതാണ് പൗലോസിനെ പറ്റി അനന്യാസിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി മരിക്കും. നിങ്ങളെ നോക്കും ദൈവം, നിങ്ങളുടെ ഇൻറ്റിമസി നോക്കും ദൈവം. എത്ര ആത്മാർത്ഥതയുണ്ട് ദൈവത്തോട്, കർത്താവിന് വേണ്ടി എത്ര സമർപ്പണമുണ്ട് നിങ്ങൾക്ക്, കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിങ്ങൾക്കുള്ള ഒരു പോരാട്ട വീര്യം നിങ്ങൾക്കുണ്ടോ എന്ന് കർത്താവ് നോക്കുമെങ്കിൽ നിങ്ങൾക്ക് അകക്കണ്ണ് തുറന്നു തരും. എനിക്ക് വേണ്ടി മരിക്കാൻ ഇവൻ തയ്യാറാകുമോ? തീ ഇറക്കിക്കളാ, നിന്നെ തൊട്ടു അവർ, നിന്നെ തൊട്ടാൽ ഞങ്ങൾ വെറുതെ വിടില്ല. സ്നേഹമായിരുന്നു യോഹന്നാനും യാക്കോബിനൊക്കെ. അതുകൊണ്ടാണ് ഒടുവിൽ കർത്താവിന് വേണ്ടി സുവിശേഷം പറയുമ്പോൾ ജെറുസലേമിൽ യാക്കോബിനെ തല കാണിക്കാൻ പറഞ്ഞു, കൊന്നളയും. ഇങ്ങനെ വെച്ചു കൊടുത്ത്, ഒന്നോ എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് ഈ തല വേണം നിർബന്ധമൊന്നുമില്ല. കഴുത്ത് നീട്ടിക്കൊടുത്ത് കഴുത്ത് വെട്ടിക്കൊന്നു യാക്കോബിനെ. യോഹന്നാനെ കൊണ്ടുവന്ന് പഠിച്ച പണി 18 നോക്കി കൊല്ലാനായിട്ട്. തിളച്ച എണ്ണയിലിട്ട് നോക്കി, പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി നോക്കി, പലതും ചെയ്തു. നിങ്ങൾ എന്തോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത്ര പവറാണ് മനുഷ്യന്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അത്ര പവർ, അത്രയും പവറുള്ള മനുഷ്യൻ ശിഷ്യന്മാരിലില്ല. അയാളെ കൊല്ലാൻ പറ്റിയില്ല എന്നേ. ആ ലെവലിൽ അനോയിൻറ്റഡ് ആയ മനുഷ്യൻ, അത്ര റിലേഷൻ, ഇൻറ്റിമസി. എന്താണ്? മാറോട് ചാരിയവൻ എന്നല്ലേ? കർത്താവിൻ്റെ മാറോട് ചാരി. അവൻ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എന്നാണ്, ഏറ്റവും സ്നേഹമുള്ളവൻ. ഇൻറ്റിമസി, ഹൃദയബന്ധം. കർത്താവ് യേശുക്രിസ്തു കല്ലറയിൽ വെച്ചിരുന്നിട്ട് സ്ത്രീകൾ പോയി കല്ലറയിൽ നോക്കുന്ന സമയത്ത് കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ കർത്താവില്ല. ഓടി വന്ന് പറഞ്ഞു ശിഷ്യന്മാരോട്, കർത്താവിനെ കാണാനില്ല. ഓടി ശിഷ്യന്മാർ. ആരൊക്കെ ഓടി? പത്രോസും യോഹന്നാനും ഓടി. പത്രോസിനാണ് കുറച്ച് സ്നേഹം കൂടുതൽ. ഓടിയെത്തി കുനിഞ്ഞു നോക്കി തുണിയൊക്കെ കിടക്കുന്നത് കണ്ടു. പത്രോസ് സങ്കടം വന്നു. യോഹന്നാൻ ഓടി മുമ്പേ കയറി അകത്ത് പോയി. ആഴമായ സ്നേഹമുള്ളൊരു മനുഷ്യൻ യോഹന്നാൻ. ഭയങ്കര സ്നേഹം, മാറോട് ചാരിക്കിടക്കുന്ന ഒരു സ്നേഹം. മറ്റെല്ലാവർക്കും ഈ സ്വാതന്ത്ര്യം കിട്ടിയില്ല, ഇത്രയും സ്വാതന്ത്ര്യം കാണിച്ചില്ല. അതാണ് സത്യം. കർത്താവ് ഒന്ന് എവിടെ കിടടാ നീ എന്ന് പറഞ്ഞതൊന്നുമല്ല, അയാൾ അങ്ങനെ കയറി പോയതാണ്. മനസ്സിലായോ? കയറി അങ്ങ് പോയി മാറോട് ചാരി സ്നേഹം. മറുരൂപമലയുടെ എക്സ്പീരിയൻസ്. ഒരു ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ, പ്രിയമുള്ളവർ, നിങ്ങളുടെ ഇൻറ്റിമസി, സ്നേഹത്ര ആഴമാണോ അവിടെ നിങ്ങൾക്ക് കർത്താവിനെ കാണാനായിട്ട് പറ്റും. ഒരൊറ്റ വാക്യം കൂടി, മർക്കോസ് വിശേഷം 33, മർക്കോസ് വിശേഷം 14-ാം അധ്യായം, മർക്കോസ് 14-ാം അധ്യായം, മർക്കോസ് വിശേഷം 14-ാം അധ്യായം 33 മുതലുള്ള വചനങ്ങൾക്കകത്ത്, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായി തീർന്നു, ഇവിടെ പാർത്തുണർന്നിരിപ്പിനെന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് 33-ാം വചനമേ 33. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖമായി തീരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിനെന്ന് അവരോട് പറഞ്ഞു. കണ്ടോ, ഇവരെ 3 പേരെയും കർത്താവ് അവസാനം കൊണ്ടുപോയിട്ട് കർത്താവ് തൻ്റെ ഹൃദയത്തിലെ ഭാരം തുറന്ന് പറയുന്നുണ്ട്. പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും. എന്തുകൊണ്ടെന്നറിയാമോ? ബന്ധം. മറ്റ് ശിഷ്യന്മാർക്കില്ലാത്ത അടുത്ത ബന്ധം, സ്നേഹം. കർത്താവിൻ്റെ ഹൃദയത്തിലെ വേദന തുറന്നു പറയാൻ പറ്റിയ ആൾ. മനസ്സിലായോ? നമ്മൾ സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുവിശേഷ വേലക്കാർക്ക് നമ്മുടെ സങ്കടം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ സങ്കടം പറയാനല്ലേ നിങ്ങൾ നമ്മൾ തുരണേ. അപ്പോൾ നമ്മൾ എൻ്റെ കഷ്ടമാണ്, എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അച്ഛനെന്ന് തോന്നുന്നു എന്ന് നിങ്ങളത് പോകും. മനസ്സിലായി? നമ്മുടെ ഉള്ള സന്തോഷിക്കുന്നുകൊണ്ടാണോ? അല്ല, ഒരുപാട് വേദനകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാൻ പറ്റുന്ന ദൈവമായിട്ടുള്ള ബന്ധം, അടുത്ത റിലേഷൻ ഉള്ളിടത്ത് മാത്രമേ കർത്താവിനെ ഷെയർ ചെയ്യാൻ പറ്റൂ. അത് മനസ്സിലായോ?
കർത്താവിന് മറ്റ് ശിഷ്യന്മാരോട് പറയാൻ പറ്റില്ല, ജനത്തോട് പറയാൻ പറ്റില്ല. ക്ലോസ് റിലേഷൻഷിപ്പുള്ള 3 പേർ, എല്ലാം തുറന്ന് പറയാൻ ബന്ധം. അത് അവർ നിത്യജീവന് വേണ്ടി കാംക്ഷിച്ചവരായിരുന്നു. അവർ ദൈവഭയമുള്ളവരായി, ക്രിസ്തുവിനെ യഥാർത്ഥമായി തിരിച്ചറിയുന്നു. കർത്താവിലെ വിശ്വാസം ഉറപ്പായിരുന്നു, മരിക്കാൻ തയ്യാറായവരായിരുന്നു, കർത്താവിനോട് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉള്ളവരായിരുന്നു, ലോകത്തെ വെടിഞ്ഞവരായിരുന്നു. അതുകൊണ്ട് അവർ മറുരൂപമലയിൽ കയറി. കർത്താവ് അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ കാഴ്ച കാണിച്ചു കൊടുത്തു. സ്നേഹം, എന്നെ ഇത്രയും സ്നേഹിക്കുന്നവരല്ലേ, എന്നാൽ പിന്നെ അവർ ഈ കാഴ്ച കാണട്ടെ എന്ന് കർത്താവ് വിചാരിച്ച്. മനസ്സിലായോ? നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുമെങ്കിൽ കർത്താവ് ഇതുപോലുള്ള കാഴ്ചകൾ കാണിക്കാൻ തുടങ്ങും. ഇതുപോലുള്ള കാഴ്ച. നിങ്ങൾ പ്രെയർ റൂമിൽ നിന്ന് വെളിയിറങ്ങില്ല. പിന്നെ ഇവിടെ പത്രോസും യാക്കോബും യോഹന്നാനും എന്തു പറഞ്ഞ് 3 കുടിലുണ്ടാക്കാം. പത്രോസ് പറയാണ് 3 കുടിലുണ്ടാകും. ഇവിടെ മോശയ്ക്കും ഏലിയാവിനും നിനക്കുമായിട്ട് കുടിലുണ്ടാകാം, ഞങ്ങൾ ഇവിടെ തന്നെ കിടന്നോളാം. ഇതിലും മനോഹരമായ കാഴ്ച വേറെയില്ല. അത് മനസ്സിലാകുന്നോ? വീടും വേണ്ട, ഭക്ഷണവും വേണ്ട, നാടും വേണ്ട, ഒന്നും വേണ്ട. ഈ മലരമണ്ടയ്ക്ക് ഈ കാഴ്ചയും കണ്ട് നിങ്ങൾ ആലോചിച്ചു, എങ്ങനെ പറയാൻ പറ്റി? 3 കുടിലുണ്ടാക്കി 3 പേരുടെ അവർ ഇരുത്തുക, ഇതും കണ്ടുകൊണ്ടിരിക്കുക, ഒന്നും ആലോചിക്കുന്നില്ല. വിശക്കില്ലേ? ഇത് വരില്ല. മനസ്സിലായോ? ഈ അങ്ങനെ തോന്നൽ വരില്ല. ചില സന്ദർഭങ്ങളിൽ ഫാസ്റ്റിങ്ങിനകത്തിരിക്കുന്ന സമയത്ത് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വിശപ്പ് അറിയാൻ പറ്റില്ല, അറിയാനേ പറ്റില്ല, അങ്ങ് പോവും തുടർന്ന്. അതാ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് ഇങ്ങനെയുള്ള ചില എൻകൗണ്ടറുകളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് വെളിയിറങ്ങില്ല. വീട്ടുകാർക്ക് നിങ്ങളൊരു ശല്യമായി മാറും. വീട്ടുകാരെ നോക്കുന്നില്ല, പാചകം ചെയ്യുന്നില്ല, മക്കളുടെ കാര്യം നോക്കുന്നില്ല. ഇതിനെയൊക്കെ കെട്ടി ദൈവത്തിൻ്റെ പേരും പറഞ്ഞ്, അല്ലേ, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കുടുംബം നശിപ്പിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞ് പരിഹാസം നിങ്ങൾ കേൾക്കേണ്ടി വരും ഈ കാഴ്ച കണ്ടാൽ. അപ്പം നിങ്ങൾ പറയും, കർത്താവ് ഏലിയാവിന് അപ്പം ഉറച്ചും കൊടുത്തില്ലേ, തരും. അപ്പോൾ അവർ വിശ്വസിക്കുമോ? പക്ഷെ നിങ്ങൾ വിശ്വസിക്കും, വരും, അത് നടക്കും. മനസ്സിലാവുക? നിങ്ങൾ സാധാരണ 3 മണിക്കൂർ കൊണ്ട് അടുക്കളയിൽ പാചകം ചെയ്ത് തീർത്തത് നിങ്ങൾ 1 മണിക്കൂറിൽ തീർക്കും. അങ്ങനെ നടക്കുമോ? നടക്കും. നിങ്ങൾ ആൾ മാറും. ഇങ്ങനെ ചില കാഴ്ചകൾ കണ്ടാൽ വീട് മാറും, അന്തരീക്ഷങ്ങൾ മാറും, നിങ്ങളുടെ സ്വഭാവം പെരുമാറ്റവും മാറും, സ്നേഹം മാറും. നിങ്ങളുടെ ഏറ്റവും പ്രധാനം ഇതല്ലേ? ഇതാണ് ക്രിസ്തു ലോകത്തിന് നൽകിയ സമ്മാനം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കൂ, ആത്മനിറവിലേക്ക് വരൂ, ലോകം വെടിയൂ, ഇങ്ങോട്ടേക്ക് നോക്കൂ, എല്ലാം വന്നോളും. മനുഷ്യ, നമ്മൾ ഫോക്കസ് തെറ്റിപ്പോയി. എന്ത് സന്തോഷം എന്നറിയാമോ ഈ ജീവിതം? നമ്മൾ ദുഃഖിച്ചും കരഞ്ഞും അതോർത്ത് ഇതോർത്ത്, മക്കൾ, ഭാര്യ, ഭർത്താവ്, ഒരു തലവേദനയാണ്. ഇതൊക്കെ വല്ല കാര്യമുണ്ടോ? നിൻ്റെ ഭാരവും ചിന്താകുലവും എൻ്റെ മേലിട്, എന്നിട്ട് ഇവിടെ ഇതില്ല, ഇവിടേക്ക് നോക്കൂ, ഈ കാഴ്ച കണ്ട് ആനന്ദിക്കൂ. കർത്താവ് പറഞ്ഞ അങ്ങനെയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെ അല്ലെന്ന്. ഇത് കിട്ടും അങ്ങനെയല്ല. ഇവിടെ നിന്നൊരു സമാധാനം ഇങ്ങനെ വരും. സൂപ്പർ. മനസ്സിലായോ? അത് മതി, ബാക്കി നടക്കും. ഇതിലേക്ക് വരാൻ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. എൻ ടൈമിൽ എല്ലാവരും, മനസ്സിലാവോ? നിങ്ങളുടെ സമയം മാറ്റിവെക്കൂ, കർത്താവിന് കൊടുക്കൂ, റൂമിനകത്ത് കയറൂ, മണിക്കൂറുകൾ അവിടെ സ്പെൻഡ് ചെയ്യൂ. നിങ്ങളുടെ സമയം TV, സിനിമ, സീരിയൽ, മൊബൈൽ ഫോൺ, ഫേസ്ബുക്ക്, യൂട്യൂബ് അടക്കൂ. ഈ അന്ത്യകാലഘട്ടത്തിൽ ഈ അഴുക്ക ദർശനങ്ങൾ നിർത്തൂ, കാഴ്ചകൾ സ്റ്റോപ്പ് ചെയ്യൂ, സ്വർഗീയ കാഴ്ചകൾക്ക് വേണ്ടി കാംക്ഷിക്കൂ. ഇത് കണ്ടവൻ തിരിഞ്ഞ് ഈ മറ്റേ പട്ടി ഛർദ്ദിച്ചതിലിട്ട് വീണ്ടും തിരിയും പോലെ നിങ്ങൾ തിരിയില്ല. മനസ്സിലാവുന്നോ? ഫേസ്ബുക്കും യൂട്യൂബും കഷ്ടപ്പെട്ടടച്ച് വേണ്ടെന്ന് പറഞ്ഞ്, എന്നിട്ട് ഇവിടെ ഇരുന്ന സമയത്ത് ഇവിടെ ഒരു കാഴ്ച കണ്ട് പിന്നെ നിങ്ങൾ ഈ ഛർദ്ദിൽ തിന്നാൻ പോകില്ല. നിങ്ങൾക്കത് വെറുപ്പാവും. നിങ്ങൾക്കത് വെറുക്കും. നിങ്ങളിതിനെ സാധനത്തെ തൊടാൻ പറ്റില്ല. സത്യമായിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വെറുപ്പ് തോന്നി ഈ സാധനത്തോട്. ഇതിനേക്കാൾ ഇതെന്താ കാഴ്ച? മനസ്സിലാവുന്നോ? ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മൊടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ, സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല,
മണ്ണെ പ്രതി മാണിക്യം വേടിയോഗില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയോഗില്ല ഞാൻ. മനസ്സിലായോ? മണ്ണെ പ്രതി ഈ മാണിക്യം വെടിയില്ല. നിങ്ങൾക്ക് ഫേസ്ബുക്ക് വേണോ, നിങ്ങൾക്ക് യൂട്യൂബ് വേണോ, അതോ ഇത് വേണോ? ഡിസിഷൻ എടുക്കൂ. ഈ മണ്ണ് വേണോ, ഈ മാണിക്യം വേണോ? മാണിക്യത്തെ തൊട്ടൊരുത്തൻ ഒരിക്കലും മണ്ണിലേക്ക് തിരിയില്ല. ഇത് തൊടാത്തതാണ് നമ്മുടെ കുഴപ്പം. സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. ഒരു ടെൻഷനും വരില്ല, ഒരു ഭാരവും വരില്ല, ഒന്നിനെക്കുറിച്ചും വറിയിടാവില്ല. തുള്ളിച്ചാടി ധൈര്യത്തോടെ നടക്കും. ഈ കാഴ്ച നിങ്ങൾ അത്ഭുതമാക്കും. എഴുന്നേൽക്കാം, കർത്താവിൻ്റെ കരങ്ങൾ നമ്മെ സമർപ്പിക്കാം.